എന്റെ ഹസ്ബൻഡ് വീട് പത്തനംതിട്ടയാണ്. ആം, ഞാന് എന്റെ പപ്പ കൊല്ലംകാരനാണ്. മമ്മി ചെങ്ങന്നൂരിൽ നിന്നാണ്. ഞങ്ങൾ ജനിച്ച വളർന്ന ഡൽഹിയിൽ നിന്നാണ്. അതുകൊണ്ട് എനിക്ക് ഈ മലയാളം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആഹ് ഞാൻ പറഞ്ഞ പോലെ എന്റെ പേര് റിസ ആണ്. ഞാൻ ഡൽഹിയിലാണ് ജനിച്ചു വളർന്നത്. എന്റെ പപ്പയുടെ പേര് വി ബാബു, വാസുദേവൻ ബാബു. മമ്മിയുടെ പേര് മോളി ബാബു. എനിക്ക് ഒരു അനീത്തിയുണ്ട്, പ്രിൻസി ബാബു. ആഹ് എന്റെ അനുഭവ സാക്ഷി വേണ്ടി ദൈവം എനിക്ക് ഒരുക്കിയ ഈ വേദിക്കായി ദൈവത്തിന് സ്തുതിക്കും നന്ദി പറയുന്നു. അനേകരുടെ മുമ്പേ ഇതുവരെ ദൈവം എനിക്ക് സാക്ഷിയായി നിൽപ്പാൻ ദൈവം എനിക്ക് ഒരുക്കിയ ഈ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കും നന്ദി പറയും. എന്നെ കേൾക്കുന്ന എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇച്ചിരി നെർവസ് ആണ്. ബിക്കോസ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2 ചാനലിൽ, ഒരു മലയാളം ഹിന്ദിയിൽ പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇസ് മൈ തേർഡ് ടൈം. എന്നാലും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ സാക്ഷ്യം നല്ലപോലെ പറയാൻ വേണ്ടി ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറയുന്ന പോലെ ഞാൻ ഡൽഹി ജനിച്ചു വളർന്നതാണ്. എന്റെ മമ്മി ഒരു കാത്തലിക് കുടുംബത്തിൽ നിന്നായിരുന്നു. എന്റെ ഡാഡി ഒരു ഹിന്ദു ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, മമ്മിയും ഡാഡിയും അങ്ങനെ ലവ് മാരേജ് ആയിട്ട് കെട്ടിയതാണ്, മാരേജ് ചെയ്തതാണ്. അതുകൊണ്ട് പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഹിന്ദുവിലോട്ട് മമ്മി ഞങ്ങളെ വിട്ടിട്ടില്ല. ഞങ്ങൾ ഓൾറെഡി ക്രിസ്ത്യാനിറ്റിയിലോട്ട്, ലൈക്ക് ഇത് കാത്തലിക്സിന്റെ ഈ റിച്വൽസ് ആയിട്ടൊക്കെയാണ് ഞങ്ങൾ മുമ്പോട്ട് പൊക്കോണ്ടിരുന്നത്. എന്റെ ചൈൽഡ്ഹുഡ് അത്രയൊക്കെ നല്ല സുഖമുള്ള അല്ലായിരുന്നു. ഞാൻ മൂത്ത മോളായിരുന്നു. പക്ഷെ എന്റെ മൂത്ത ആയെങ്കിലും ഞാൻ കൊച്ചിലേ ഒരു 5-ാം വയസ്സ് തൊട്ട് ഞാൻ എന്റെ ചൈൽഡ്ഹുഡ് മറന്ന് ഞാൻ വലുതായി. ബിക്കോസ് അതുപോലത്തെ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങൾ എനിക്ക് വന്നപ്പം എന്റെ ഡാഡി ഒരു ആൽക്കഹോളിക് ആയിരുന്നു. ഭയങ്കരമായിട്ട് കുടിക്കുമായിരുന്നു, ചീട്ട് കളിക്കുമായിരുന്നു. അങ്ങനത്തെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. മമ്മി ജോലിക്ക് മാത്രം പോകുന്നുണ്ടായിരുന്നു. എന്റെ ഡാഡി ജോലിക്ക് പോകത്തില്ലായിരുന്നു. ഉള്ളതെല്ലാം ചീട്ട് കളിച്ച് ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലത്തെ സാധനങ്ങളും ഇതെല്ലാം ചീട്ട് കളിച്ച് കളയുമായിരുന്നു. ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിട്ടുണ്ട്, പ്രയാസപ്പെട്ടിട്ടുണ്ട്. എന്റെ 6 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് എന്റെ മമ്മിക്ക് ഒരു പെൺകൊച്ചിനെ ദൈവം നൽകിയത്. അങ്ങനെ ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ ഭാരങ്ങളും പ്രയാസങ്ങളും കണ്ണുനീരും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് ആ സമയത്ത് ഞങ്ങള് ബെന്തിക്കോസ് എന്തുവാണെന്നോ ക്രിസ്തു എന്തുവാണെന്നോ അതൊന്നും അറിയുന്നില്ല. എനിക്ക് ആകും പോയി അറിയുന്നേ ഞാൻ മമ്മി പറഞ്ഞ പോലെ തന്നെ വൈകുന്നേരം എപ്പോഴും ആവുമ്പോ മദർ മേരിയുടെ മുമ്പേ കാൻഡിൽ കത്തിക്കണം. കത്തിച്ച് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് പ്രെയർ ചെയ്യണം. അങ്ങനെയൊക്കെ അത്രയൊക്കെ മാത്രമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ ഞങ്ങൾ ഡൽഹിയിലായതുകൊണ്ട് സൺഡേ മാത്രം നമുക്ക് കിട്ടത്തുള്ളായിരുന്നു. സൺഡേ ഞങ്ങൾക്ക് കാത്തലിക് ചർച്ചിൽ പോകണമെങ്കിൽ ഒരു 1.5 hours വേണം. അപ്പം മമ്മി എല്ലാ സൺഡേ ഒന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. മാസത്തിൽ ഒരു പ്രാവശ്യം ജസ്റ്റ് പോയി ഒന്ന് കാൻഡിൽ കത്തിച്ചിട്ട് 2 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ മടങ്ങി വരുമായിരുന്നു. അത്രയൊക്കെ ഉള്ളായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. പക്ഷെ മമ്മി ഒരു പ്രാവശ്യം ഞാൻ കൊച്ചിലെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്റെ ഫസ്റ്റ് വിശ്വാസം എല്ലാം ഉണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ട്, മീൻസ് മദർ മേരിയുടെ മുമ്പിൽ കാൻഡിൽ കത്തിക്കുന്നുണ്ട്. പക്ഷെ ഒരു 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 പ്രെയർ ഒരാൾ ഇവിടെ ഉണ്ടെന്നൊക്കെ അറിയുന്നത് ഞാൻ അപ്പോഴാണ്. ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് കൊച്ചിലേല് ഞാൻ ഒരു ഹൊറർ മൂവി കണ്ടപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് ഒത്തിരി പേടിച്ചു ഞാൻ. എനിക്ക് രാത്രി കിടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അന്നാണ് മമ്മി എന്നോട് ജീസസിനെ പറ്റി പറയുന്നേ. മോനെ ജീസസിനോട് പ്രാർത്ഥിക്ക്, എന്നിട്ട് കിടന്നുറങ്ങുന്ന പറഞ്ഞു. അന്ന് ഞാൻ മമ്മി എന്റെ കൈ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഞാനും കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. അന്നാണ് എന്റെ ഒരു സംതിങ് ഈസ് ദെയർ, എനിക്ക് ആരോ ഉണ്ടെന്ന ഒരു തോന്നൽ എനിക്ക് അന്നാണ് വരാൻ തുടങ്ങിയത്. അന്ന് തൊട്ടാണ് ഞാൻ പിന്നെ എല്ലാം എന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് പുറത്തൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് എന്റെ ഡാഡിയുടെ അപ്പനോടൊന്നും പറയാൻ പറ്റത്തില്ല എന്റെ ആവശ്യങ്ങൾ. മമ്മി മാത്രമേ ഉള്ളൂ. അതിന്റെ അനുസരിച്ച് എല്ലാം നിന്നോണ്ട് അതിന്റെ അനുസരിച്ചാണ് വളർന്നുകൊണ്ടിരുന്നത്. ഒരു പ്രാവശ്യം എന്റെ അനിയത്തി ജനിച്ചപ്പോ തൊട്ട് എന്റെ മമ്മിക്ക് ടൈഫോയിഡ് വന്നപ്പോ എനിക്ക് ഇതൊക്കെ എല്ലാം ഓർമ്മയുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 6 വയസ്സായപ്പോ ആണ് എന്റെ അനിയത്തി ഉണ്ടായത്.
അപ്പം ഏഹ് കുഞ്ഞിലത്തെ കാര്യങ്ങൾ എനിക്ക് നല്ല മെമ്മറീസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ആകെ പോയി ഈ ഓർമ്മകൾ ഇത് മാത്രമേ ഉള്ളൂ. ഞാന് എന്റെ മമ്മിക്ക് ടൈഫോയിഡ് ഉണ്ടായി. ഇത്ര ഓർമ്മയില്ല. എന്റെ ഡാഡി എവിടെയായിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ മമ്മിക്ക് ടൈഫോയിഡ് ഉണ്ടായപ്പോഴത്തേനും എന്റെ മമ്മി ഒത്തിരി സിക്കായിരുന്നു. ഞങ്ങളന്ന് റെന്റില് താമസിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഞങ്ങളുടെ മേളില് റെന്റിലായിരുന്നു. താഴെ ഓണേഴ്സ് ആയിരുന്നു. ഹിന്ദിക്കാരായിരുന്നു, ഹിന്ദുക്കൾസ് ആയിരുന്നു. അപ്പം മമ്മി ഒത്തിരി സിക്കായി, ഒത്തിരി സിക്കായി. മമ്മി എങ്ങനെ മരിക്കുമെന്ന് എല്ലാവരും ഡോക്ടേഴ്സ്മാർ പറഞ്ഞു. ഇത് ശരിയാവത്തില്ല എന്നൊക്കെ. അന്ന് എന്റെ മമ്മി ഒത്തിരി കരഞ്ഞു. ഓണേഴ്സിനോട് പറഞ്ഞു. പിന്നെ മമ്മി ജോലി ചെയ്യുന്ന സിക്കുകാരുടെ അവിടെയാണ്. അപ്പൊ അവര് വന്നു. അവരുടെ കയ്യിലോട്ട് മമ്മിയെ ഞങ്ങൾ രണ്ടുപേരെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എനിക്ക് 2 പെൺപിള്ളാരാണ്. എനിക്ക് ഞാൻ മരിച്ചു പോയാൽ ഇവരെ ആര് നോക്കും? ഇത് എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് മമ്മി ഒത്തിരി ഭാരപ്പെട്ടു. അത് ഞാൻ ഇപ്പളും ഓർക്കുന്നുണ്ട്. അപ്പത്തേനും അവര് പറഞ്ഞു, "കുഴപ്പമില്ല, നിനക്കൊന്നും സംഭവിക്കത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങൾ ഇവരെ നോക്കിക്കോളാം" എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ അതെല്ലാം കേട്ടോണ്ടിരുന്നു. എനിക്ക് 6 വയസ്സ് 7 വയസ്സേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പത്തേന് മമ്മി ഇങ്ങനെ ഞാൻ മമ്മിയുടെ ഇതില് മമ്മി എന്നോട് പറഞ്ഞു കേട്ടതേ ഓർമ്മയുണ്ട്. മമ്മി മനസ്സിൽ പറഞ്ഞു, "ദൈവമേ, എനിക്ക് ഇനി ദൈവം എനിക്ക് ഒരു വിടുതൽ നൽകുവാണെങ്കിൽ ഞാന് ആഹ് ദൈവത്തെ സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിച്ചോളാം" എന്നൊക്കെ ആഹ് മമ്മി മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ദൈവം മമ്മിക്കൊരു വിടുതൽ തന്നു. ആഹ് വിടുതൽ തന്നപ്പോ മമ്മി ഓക്കെ ആയി. അങ്ങനെ ആയപ്പോഴത്തേനും പിന്നെ മമ്മി ബിക്കോസ് അത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്റെ മമ്മിയുടെ അനിയത്തിയും അനിയനും വിശ്വാസത്തിലാണ്. അവർ ഓൾറെഡി വിശ്വാസത്തിൽ ഡൽഹിയിലുണ്ട്. മമ്മിയും മാത്രം കാത്തലിക്സ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ മമ്മി അങ്ങനെ പറഞ്ഞു. പിന്നെ മമ്മി അങ്ങനെ ഞങ്ങള് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു മമ്മിയുടെ ഇതെല്ലാം മാറി നമ്മൾ ഓക്കെ ആയി. ആയപ്പത്തേന് മമ്മി അത് പിന്നെ മറന്നു. മമ്മി പറഞ്ഞു, "സാരമില്ല, ഞാൻ ആരോട് പറഞ്ഞിട്ടില്ലല്ലോ." അതുകൊണ്ട് മമ്മി അതങ്ങ് മറന്നുപോയി. പിന്നെ ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് പൊക്കോണ്ടിരുന്നപ്പം ആഹ് മീൻസ് ഡാഡിയുടെ ബുദ്ധിമുട്ടുകളും വഴക്കുകളും പ്രയാസങ്ങളെല്ലാം വന്നപ്പത്തേന് മമ്മി പറയും, ഞങ്ങക്ക് വേണ്ട ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പത്തേന് ഞങ്ങളുടെ അപ്പുറത്ത് അടുത്ത് തന്നെ ഞങ്ങളുടെ ചർച്ച് ഓഫ് ഫുൾ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡ് ഉണ്ട്. രാജാ ഗാർഡന്റെ അവിടെ PK സാംകുട്ടി എന്ന് പറഞ്ഞ പാസ്റ്ററുകളുണ്ട്. ആ പാസ്റ്ററുകളും ആന്റിയും ഓടി വരും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളെ സമാധാനപ്പെടും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ വന്ന് എപ്പളും വന്ന് ഞങ്ങളെ സമാധാനിക്കും. നമ്മളെ പറഞ്ഞു കൊടുക്കാനുള്ള എല്ലാം മമ്മിക്കും പറഞ്ഞു കൊടുക്കും. എല്ലാം ചെയ്യും. എന്നിട്ട് പിന്നെ അവര് പോവും. അങ്ങനെ ആ ഒരു ഈ ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങളെല്ലാം വന്നപ്പം എല്ലാം ഞങ്ങളെ കണ്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആ പാസ്റ്ററങ്ങളും ആന്റിയും ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയപ്പോഴത്തേന് എന്റെ ഡാഡി ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലായാലും എന്റെ ഡാഡിക്ക് ഇങ്ങനെ പ്രാർത്ഥനയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒരിക്കലും ഞങ്ങളെ ഇങ്ങനെ നിർബന്ധിച്ചിട്ടും ഇല്ല. നിങ്ങൾ പള്ളി പോകണ്ട, നിങ്ങള് അമ്പലത്തിൽ പോണംന്നോ പൂജിക്കണമെന്നോ അങ്ങനെ ഒരു നിർബന്ധം എന്റെ ഡാഡിക്ക് ഇല്ലായിരുന്നു. പുള്ളിക്കാരന് എങ്ങനെയെങ്കിലും നമ്മള് പ്രാർത്ഥിക്കുക. ആ കള്ളുകുടിയുടെ ആ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അല്ലാതെ സ്വഭാവത്തിൽ ഒരു പ്രയാസവും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങള് മുമ്പോട്ട് പോയപ്പോ പിന്നെ മമ്മി പയ്യെ പയ്യെ ഒരു ദിവസം ഞങ്ങളുടെ അങ്കിൾ വന്നപ്പം മമ്മിയെ ഒരു കൺവെൻഷനിൽ കൊണ്ടുപോയി. കൺവെൻഷനിൽ കൊണ്ടുപോയപ്പോ ആണ് മമ്മി പിന്നെ അവിടെ മാനസാന്തരപ്പെട്ട് ദൈവത്തെ സ്നാനപ്പെടുന്നത്. അന്നാണ് മമ്മി തീരുമാനിക്കുന്നത്, ഞാൻ സ്നാനപ്പെടുവാന്ന്. അങ്ങനെ മമ്മി സ്നാനപ്പെട്ടു. അന്ന് തൊട്ട് ഞങ്ങള് പിന്നെ മദർ മേരി എന്തോ ആണെന്നോ ഇതൊന്നും എല്ലാം മറന്നിട്ട് പിന്നെയാണ് ഞങ്ങൾ ഒന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ചർച്ച് ഓഫ് ഗോഡ് ഞങ്ങളുടെ പാസ്റ്ററങ്ങളുടെ അടുത്ത് തന്നെ സാൻകുട്ടി പാസ്റ്ററങ്ങളുടെ അവിടെ തന്നെ ഞങ്ങൾ സഭയിൽ പോയി. അന്ന് തൊട്ടാണ് ഞാനും എൻ്റെ അനിയത്തിയും മമ്മിയും ഒക്കെ സ്റ്റെപ്പ് അന്നാണ് സത്യദൈവത്തെ അറിയാൻ തുടങ്ങിയത്. ഞാൻ കൊച്ചിലെ തൊട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ലൈക്ക് സൺഡേ സ്കൂളിന്റെ ആയാലും എല്ലാം ഞാൻ പഠിച്ചതും സൺഡേ സ്കൂൾ പഠിച്ചതും അവിടെ പഠിപ്പിച്ചതും എല്ലാം അവിടെ നിന്നായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്. ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. എനിക്ക് അത്രയും നല്ല ഒരു സഭയെ ദൈവം നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ആ അങ്കിളും ആന്റിയും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പം ഞങ്ങള് വിശ്വാസത്തിൽ വരത്തില്ലായിരുന്നു. അതിനൊക്കെ വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങളുടെ ലൈഫ് പൊക്കോണ്ടിരുന്നപ്പോ ഞാന് 2004 എന്റെ +2 കഴിഞ്ഞിട്ട് ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയി. നഴ്സിംഗ് പഠിക്കാൻ ഞാൻ ആന്ധ്രയിലാണ് പോയത്. ആന്ധ്രയിൽ പോയപ്പോ നഴ്സിംഗ് പഠിച്ചിട്ട് എന്റെ 3rd ഇയർ ആയപ്പത്തേന് എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് പെട്ടെന്ന്
എന്റെ വെയിറ്റ് കുറഞ്ഞു. ഞാൻ കൊച്ചിലെ തൊട്ട് ഒരു ചബ്ബി ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് എനിക്ക് 10 കിലോ അങ്ങ് കുറഞ്ഞു. 3rd ഇയർ ആയപ്പത്തേന്. അപ്പൊ ഞാൻ വിചാരിച്ചു ആഹ് ഫസ്റ്റ് ഓഫ് ഓൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോ പല പല ആൾക്കാർക്ക് ടിബിയും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ പനിയോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലായിരുന്നു. എന്നാലും ഞാൻ ഡോക്ടറെ പോയി കാണിച്ചു. കാണിച്ചപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു നമുക്കെല്ലാം ടെസ്റ്റ് ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോ ആണ് ഡോക്ടർ കണ്ടുപിടിച്ചേ എനിക്ക് ഇങ്ങനെ കിഡ്നിയുടെ ഒരു ക്രിയാറ്റിൻ ഒരു നോർമൽ ആണ്. പക്ഷെ ബോർഡർ ലൈനിലാണ്. പക്ഷെ എന്റെ ഏജിൽ അന്ന് എനിക്ക് 21 ഇയേഴ്സേ ഉള്ളായിരുന്നു. അന്ന് അതിന്റെ അനുസരിച്ച് ഡോക്ടർ പറഞ്ഞു, "ഇച്ചിരി കൂടുതലാണ് കാണിക്കുന്നെ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു ഒരു ഒരാഴ്ചത്തെ മെഡിസിൻ കഴിക്കാം. കഴിച്ചിട്ടില്ല നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ബയോപ്സി ചെയ്യേണ്ടി വരുമെന്ന്" എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഒരാഴ്ച ഞാൻ മരുന്ന് കഴിച്ചു. മരുന്ന് കഴിച്ചു കഴിഞ്ഞ് എന്റെ 3rd ഇയറുടെ എക്സാം ഞാൻ എഴുതി. മരുന്ന് കഴിച്ചപ്പത്തേന് ഡോക്ടർ ബയോപ്സി ചെയ്തു. ബയോപ്സി ചെയ്തപ്പത്തേന് അതിനകത്ത് എന്റെ 2 കിഡ്നിക്ക് പ്രശ്നമുണ്ട്. പക്ഷെ അവര് എന്നോട് അന്ന് പറഞ്ഞില്ലായിരുന്നു ഓപ്പണായിട്ട് എന്റെ കിഡ്നി ഓൾറെഡി അന്ന് 70% വർക്ക് ചെയ്യുന്നില്ല എന്ന്. ഞാൻ നോർമലി എനിക്ക് നീരൊന്നും ഇല്ലായിരുന്നു. യൂറിനും പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവരെന്നോട് പറഞ്ഞില്ല. ബിക്കോസ് ഞാൻ അത്ര യങ് ആയോണ്ട് എന്റെ ഫ്യൂച്ചർ ഇതാവണ്ടാന്ന് പറഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞില്ല. ജസ്റ്റ് എന്നോട് പറഞ്ഞു കിഡ്നിയുടെ പ്രശ്നമുണ്ടെന്നൊക്കെ മാത്രം പറഞ്ഞുള്ളൂ. ആഹ് അങ്ങനെ ഞാന് അന്ന് ഡോക്ടർ ബയോപ്സി ചെയ്തപ്പോ എനിക്ക് 70% എന്റെ 2 കിഡ്നി വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ എന്റെ മമ്മി എന്നെ ഡൽഹി എന്റെ 3rd ഇയറുടെ എക്സാം കഴിഞ്ഞ ഉടനെ എന്നെ ഡൽഹി കൊണ്ടുവന്നു. ഡൽഹി കൊണ്ടുവന്ന് ഞങ്ങളെ കാണിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനെ കാണിച്ചു. എല്ലാം ടെസ്റ്റുകൾ ചെയ്തു. ആഹ് ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ ട്രീറ്റ് ചെയ്യാനൊന്നുമില്ല. ബിക്കോസ് കിഡ്നിയുടെ പ്രോബ്ലം ആയോണ്ട് എനിക്ക് സിംപ്റ്റംസ് ഒന്നും ഇല്ലാത്തോണ്ട് എനിക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രായമുള്ള ഒരു ഡോക്ടർ എനിക്ക് ഇപ്പളും ഓർമ്മയുണ്ട്. ഒരു പ്രായമുള്ള ഒരു നെഫ്രോളജിസ്റ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, "മോളെ നീ യങ് ആണ്. നീ നേഴ്സാണ്. നീ ഒരു കാര്യം ചെയ്യണം. നിനക്കൊന്നുമില്ല. നിനക്ക് കിഡ്നിയുടെ പ്രശ്നം ഉണ്ടെന്നറിയാം. നിനക്കറിയാം. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. ഇപ്പൊ മെഡിസിന്റെ ഒരു ആവശ്യവും ഇല്ല. നീ ഒരു മെഡിസിൻ ഇപ്പൊ കഴിക്കണ്ട. നീ ജസ്റ്റ് നീ നിന്റെ കരിയർ മുമ്പോട്ട് കൊണ്ടുപോകണം. നീ ജോലി ചെയ്യണം. ബട്ട് ഇത്രേ ഉള്ളൂ. നീ നിന്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു 3 മാസം 4 മാസം കൂടുമ്പോ നിന്റെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തോണ്ടിരിക്കണമെന്ന് പറഞ്ഞു. ബിക്കോസ് ചിലപ്പോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ക്രിയാറ്റിനൊക്കെ പെട്ടെന്ന് കൂടിയാലോ, എന്തെങ്കിലും ആയാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ലാന്ന്. അങ്ങനെ പിന്നെ എനിക്ക് 2 വർഷം ബോണ്ട് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ആന്ധ്രയ്ക്ക് തിരിച്ചു പോയി. എന്റെ ബോണ്ട് പീരീഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് 2010 ഞാൻ തിരിച്ചു മടങ്ങി വരുന്നു. എനിക്ക് അതുവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എന്റെ 2010 എന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡിന്റെ പേര് ബിജു എന്നാണ്. എന്റെ ഹസ്ബൻഡ് പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് 2010 കല്യാണം കഴിഞ്ഞ 2011 ഞാന് ഇവിടെ പോയി യമനിൽ പോയി 2 വർഷത്തേക്കിന്. യമനിൽ 2 വർഷം അവിടെയും കുറെ കഷ്ടക്കാർ ഭാരങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡ് ആ സമയത്ത് കുവൈറ്റിലായിരുന്നു. ഞങ്ങൾ വന്ന് കഴിഞ്ഞ് 2012 ഞാൻ പ്രഗ്നന്റ് ആയി. പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോഴാണ് എന്റെ ഈ പ്രശ്നങ്ങൾ കൂടിയത്. എന്റെ ഹസ്ബൻഡ് ആ സമയത്ത് കുവൈറ്റിലായിരുന്നു. ഞാൻ യമന്റെ ജോലി കഴിഞ്ഞിട്ട് ഡൽഹിയിലായിരുന്നു. പപ്പ മമ്മിയുടെ അടുത്തായിരുന്നു. അവിടെയായിരുന്നു ഞാൻ എനിക്ക് പ്രഗ്നൻസി ആയതുകൊണ്ട് എനിക്ക് വേറെ ജോലിക്ക് കയറാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാം പൊക്കോണ്ടിരുന്ന സമയത്താണ് 5 മാസം ആയപ്പോഴത്തേനും എനിക്ക് നീര് വെക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് എന്റെ ബോഡി എല്ലാം നീര് വെക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര തലവേദനയൊക്കെ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചെക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഛർദിലും ബുദ്ധിമുട്ടും എന്റെ പ്രഗ്നൻസി തുടങ്ങിയപ്പോ തൊട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പ്രയാസങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർ അങ്ങനെ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. കിഡ്നിയുടെ പ്രയാസം പണ്ടല്ലായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ സ്ഥിതിക്ക് പിന്നെ എന്റെ ഹസ്ബൻഡിന് കുവൈറ്റിൽ നിൽക്കുന്ന സമയത്ത് ഒരു കിഡ്നി സ്റ്റോണിന്റെ പെയിൻ വന്നു. അങ്ങനെ എന്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് സർജറിക്ക് വേണ്ടി അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് സർജറിക്ക് വേണ്ടി ഡൽഹി വരേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ജോലിയില്ലാതെ ഡൽഹി വന്നു. എന്റെ ഹസ്ബൻഡിന്റെ ചെക്കപ്പിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടൻ ഫാമിലി ഡൽഹിയിലുണ്ട്. അപ്പൊ ചേട്ടന്റെ കൂടെ ഇങ്ങനെ
ഹസ്ബൻഡ് ഈ സർജറിക്ക് വേണ്ടി സ്റ്റോണിന്റെ സർജറിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരായിട്ട് ആം, തലവേദന, എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഭയങ്കരായിട്ട് ബുദ്ധിമുട്ട്, പ്രയാസങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ ഞാന് അവിടുത്തെ ചേച്ചി വന്നപ്പോ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ബിപി ഒന്ന് നോക്കണം. എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കരായിട്ട് തലവേദനിക്കുന്നു. എന്തോ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നൊക്കെ ഞാൻ ആ ചേച്ചിയോട്, മീൻസ് എന്റെ ചേട്ടത്തിയോട് പറഞ്ഞു. ആ ചേട്ടത്തി ഒരു നേഴ്സാണ്. അങ്ങനെ പുള്ളിക്കാരി വന്ന് എൻ്റെ വീട്ടില് ബിപി നോക്കിയപ്പോ എന്റെ ബിപി 240, 140 ഒക്കെ ആയിരുന്നു. അപ്പം അവര് പറഞ്ഞു, ഒത്തിരി ബിപി കൂടുതലാണല്ലോ, എന്തോ ചെയ്യണോന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ആശുപത്രി, അടുത്തുള്ള ഒരു ആശുപത്രി പോയി. അവര് നോക്കി, അവര് പറഞ്ഞു ഈ ബിപി ഒത്തിരി കൂടുതലാണ്, എത്ര വേഗം മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം. കുഞ്ഞിനെ നോക്കിയപ്പോ കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഓൾറെഡി 5 മാസം കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഡോക്ടർ എനിക്ക് മെഡിസിൻ തന്നു. ഞാൻ 3 നേരം മെഡിസിൻ കഴിച്ചിട്ട് എന്റെ ബിപി 180 തന്നെ നിൽക്കുവാണ്. ബിപി കുറയുന്നില്ല. അങ്ങനെ ആയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, അടുത്ത ദിവസം നീ കാണിക്കുന്ന ഗൈനക്കോളജിസ്റ്റിലും ഡോക്ടറുടെ അടുത്ത് തന്നെ നീ പോണോന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ പിറ്റേ ദിവസം ഞാനും എന്റെ ഹസ്ബൻഡും അഡ്മിറ്റ് ആയി. അവർ അഡ്മിറ്റ് ചെയ്തു. ബിപി കുറയ്ക്കാൻ വേണ്ടി അവർ കുറെ ശ്രമിച്ചു. ബിപി കുറയുന്നില്ലായിരുന്നു. പിന്നെ അവര് ഇങ്ങനെ ഈ ബിപി കൂടുമ്പം നമുക്ക് ഈ ഫിറ്റ്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ബിക്കോസ് നമ്മൾ പ്രഗ്നൻസി ആവുമ്പം ഫിറ്റ്സ് വരും. അതുകൊണ്ട് അവര് അത് എങ്ങനെയെങ്കിലും ആവാതിരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് അവരൊരു സ്കാനിങ് ചെയ്തു. സ്കാനിങ് ചെയ്തപ്പത്തേന് ഓൾറെഡി കുഞ്ഞ് എനിക്ക് 24 വീക്സ് ആയിരുന്നു. 6 മാസം ആയിരുന്നു. അപ്പത്തേന് കുഞ്ഞ് ഓൾറെഡി ഉള്ളില് മരിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു. കുഞ്ഞിന് ബിപി കൂടിയോണ്ട് ബ്ലഡ് സപ്ലൈ കിട്ടാത്തോണ്ട് കുഞ്ഞ് അവിടെ മരിച്ചു എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇനി ഡെലിവറി ചെയ്യണോന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്റെ ഹസ്ബൻഡ് രാത്രിയിലായിരുന്നു, ഹസ്ബൻഡ് കൺസെന്റ് ഒക്കെ സൈൻ ചെയ്ത് കൊടുത്തു. എന്നാലും എനിക്ക് ഒരു ബോധം ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ചർച്ചിലുള്ള അങ്കിൾമാരെല്ലാം പറഞ്ഞു, ഇല്ല ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയന് പോവും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് വേറെ ഒരു ഹോസ്പിറ്റലിൽ, ഡൽഹി തന്നെ വേറെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പം അവിടെ സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇല്ല കൊച്ചിന്റെ മൂവ്മെന്റ്സ് ഒക്കെ നിന്നു, അതുകൊണ്ട് നമുക്കിനി ഡെലിവറി ഇൻഡ്യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇൻഡ്യൂസ് ചെയ്ത് നോക്കാം, നോർമൽ ആവുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒത്തിരി സ്ട്രെസ് കൊടുക്കാൻ പറ്റത്തില്ല. ബിപി കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ ഇവക്ക് ഫിറ്റ്സ് വരും, ഇവക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് ഇവളുടെ ലൈഫ് റിസ്കിൽ എടുക്കണ്ട, നമ്മൾ കൊടുത്തു നോക്കാം. പെയിൻ വരുവാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സിസേറിയൻ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവര് എനിക്ക് ഒരു രാവിലെ എനിക്കൊരു മെഡിസിൻ വെച്ചു. മെഡിസിൻ വെച്ചിട്ട് എനിക്ക് പെയിൻ ഒന്നും ആയില്ല. ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞു, മോനെ പെയിൻ ആയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു അനക്കവും ഇല്ല, എനിക്ക് ഒരു പെയിനിന്റെ ഒരു ഇതും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു മെഡിസിൻ കൂടെ വെക്കാം, പെയിൻ വരുവാണെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് രാവിലെ സിസേറിയൻ ചെയ്യാം. എനിക്ക് ഒരു ഇത്രേ ആയിട്ട് 6 മാസേ ആയതുള്ളൂ, കുഞ്ഞിനെയും കിട്ടത്തില്ല, പിന്നെ അതുകൊണ്ട് പിന്നെ എനിക്ക് സിസേറിയൻ ചെയ്യാൻ ഒരു മടിയുണ്ട്, എന്നാലും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങനെ പറഞ്ഞു പോയി. അങ്ങനെ അവർ 6 മണിക്ക് എനിക്ക് മെഡിസിൻ വെച്ചു. 6:30 ആയപ്പോഴത്തേന് എനിക്ക് പെയിൻ തുടങ്ങി. അവരെനിക്ക് തരുന്ന മെഡിസിൻ കാരണം ഞാൻ അത്രയും നേരം എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് ബിപി കൂടുതലാണ്, എനിക്ക് എല്ലാം പ്രയാസങ്ങളുണ്ടായിരുന്നു. എന്നാലും ദൈവം എനിക്ക് അത്രയ്ക്ക് ഒരു 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 ഇതുണ്ടല്ലോ, സാമർത്ഥ്യം ദൈവം നൽകിയിട്ടുണ്ടായിരുന്നു. ഞാൻ നടന്നു പോയി, ഹോസ്പിറ്റലിൽ നടന്നു പോയി, എല്ലാം എല്ലാം ഒരു ധൈര്യം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെനിക്ക് ഒരു മെഡിസിൻ, എനിക്ക് തോന്നുന്നു ബിപിക്ക് കുറയ്ക്കാനുള്ള ഒരു മെഡിസിൻ തന്നപ്പോഴത്തേന് അതെനിക്ക് ഒത്തിരി ഒത്തിരി ഭാരപ്പെട്ടു. ഞാൻ അത് വെച്ച് എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ആ നിമിഷം ഞാൻ ഓർത്തെ ഞാൻ മരിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അവിടെ ആരും ഇല്ലായിരുന്നു. പിന്നെ എന്റെ മമ്മീനെ പെട്ടെന്ന് അവർ വിളിച്ചപ്പം പിന്നെ മമ്മി വന്ന് എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോ ആണ് ഞാൻ കാം ഡൗൺ ആവുന്നെ. അപ്പത്തേനും ഞാൻ നോർമലായി. അങ്ങനെ ആഹ് ആഹ് മ മെയ് 13ന് ഞാന് എനിക്ക് ഞാൻ നോർമൽ ഡെലിവറി ആയി. എനിക്ക് ഒരു ആൺകുഞ്ഞിനെ ആയിരുന്നു ദൈവം നൽകിയത്. പക്ഷെ എനിക്കത് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങള് ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെയും ഒരു പ്രാവശ്യം കൂടി ഡോക്ടർ ബയോപ്സി ചെയ്തു. ബയോപ്സി ചെയ്തപ്പം, കിഡ്നി ബയോപ്സി ചെയ്തപ്പം സെയിം ഇഷ്യൂ തന്നെയാണ്. ഓൾറെഡി ഇനി ഒരിക്കലും നിങ്ങൾ ഒരു കുഞ്ഞിന് വേണ്ടി നിങ്ങൾ
ട്രൈ ചെയ്യല്ലേന്ന് എന്നോടും എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞു. ഇവളുടെ ലൈഫ് കുഴപ്പമില്ലാതെ പോയേനെ. ഇപ്പം അവള് 2007-ലായിരുന്നു എനിക്ക് ഫസ്റ്റ് ടൈം കിഡ്നി ബയോപ്സി ചെയ്യുന്നത്. പിന്നെ ഇത് 2013-ലാണ്. അപ്പോൾ 6 വർഷം അവൾക്ക് ഒരു കുഴപ്പമില്ലാതെ പോയി. പക്ഷേ ഈ പ്രഗ്നൻസി ആണ് അവൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാക്കി അവളുടെ കിഡ്നിയെ ഇച്ചിരി കൂടെ എഫക്റ്റ് ആക്കിയത്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരിക്കലും പ്രഗ്നൻസിക്ക് വേണ്ടി ശ്രമിക്കല്ലേന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഇതിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ? ഞങ്ങൾക്ക് എന്തെങ്കിലും മെഡിസിൻ എടുക്കണോ? അപ്പം ഡോക്ടർ പറഞ്ഞു, ഇപ്പം നീ ബുദ്ധിമുട്ടിക്കുന്ന നിന്റെ ഈ സ്വെല്ലിങ്ങും ഇതൊക്കെ മാറ്റാൻ വേണ്ടി മാത്രമേ എനിക്ക് മെഡിസിൻ തരാൻ പറ്റത്തുള്ളൂ. പക്ഷെ കിഡ്നിയുടെ രോഗത്തിന് ഒരു പെർമനന്റ് മെഡിസിൻ ഇല്ല. അതിനാകം പോയി ഒരു ഓപ്ഷനേ ഉള്ളൂ, നീ കിഡ്നി മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടർ കിഡ്നി മാറ്റി വെക്കാൻ എങ്ങനെയാണ്? എനിക്ക് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ട് പ്രയാസമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അങ്ങനെയല്ല റിസ, നിന്റെ ഓൾറെഡി 70% കിഡ്നി ഓൾറെഡി പോയിരിക്കുവാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു 70% എൻ്റെ കിഡ്നി വർക്ക് ചെയ്യുന്നില്ല എന്ന്. എക്സാക്ട്ലി ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടർ 30% കിഡ്നി വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ എത്ര നാൾ ഇങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞു, ചോദിച്ചു ഡോക്ടറോട്. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പം കുഴപ്പമില്ലാതെ പോകും ദൈവം സഹായിച്ച്, അല്ലെങ്കിൽ ചിലപ്പം ഉടനെ തന്നെ ഡയാലിസിസിലോട്ട് പോകുന്നു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. അന്നൊക്കെ ഞാൻ പാസ്റ്ററും പാസ്റ്റർ ആന്റിയും ഒക്കെ പ്രാർത്ഥിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേകരുണ്ട്. ഞാൻ അന്ന് അഡ്മിറ്റ് ആയ സമയത്ത് എനിക്ക് അറിയത്തില്ല ഞങ്ങളുടെ ഡൽഹിയുടെ എത്ര സഭകളുണ്ട്, ആ സഭകൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്നും അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞതാണ്, ഇത് എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് ജീവിച്ചത്. ബിക്കോസ് അത്ര BP കൂടിയ സ്ഥിതിക്ക് ഞാൻ ഡെലിവറി ചെയ്തു. എനിക്ക് ഒരു ഫിറ്റ്സ് വരാതെ ദൈവം കാത്തു സൂക്ഷിച്ചു. അതൊന്ന് ദൈവത്തിന് സ്തുതിക്കുന്നു. എനിക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഒത്തിരി ഭാഗ്യശാലിയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒത്തിരി പേരുണ്ടെന്ന് അന്നും ഇന്നും. അങ്ങനെ ഞങ്ങള് മുമ്പോട്ട് പോയപ്പോഴത്തേന് ലൈഫ് ഇങ്ങനെ പോകുന്നു, മെഡിസിൻ കഴിക്കുന്നു, നല്ല നോർമലായി. പിന്നെ ഞാൻ ഡെലിവറി കഴിഞ്ഞ ഉടനെ ഞാൻ ഒരു ജോലിക്ക് കയറി, ഹസ്ബൻഡ് ഒരു ജോലിക്ക് കയറി ഡൽഹി തന്നെ. അങ്ങനെ പിന്നെ ഞങ്ങള് മുമ്പോട്ട് പോയപ്പം 2017-ൽ എൻ്റെ ഹസ്ബൻഡ് ദുബായിലോട്ട് വന്നു ജോലി നോക്കാൻ വേണ്ടി. അങ്ങനെ ഹസ്ബൻഡ് ഇവിടെ ജോലി കിട്ടി. അത് കഴിഞ്ഞ് 2018-ൽ 2018-ൽ ഞാനും ഇവിടെ ജോലിക്ക് വേണ്ടി വന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇവിടെ വന്നിട്ടും എനിക്ക് ജോലി ആദ്യമൊക്കെ കിട്ടാൻ ഒത്തിരി പ്രയാസമായിരുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ 2 മാസം വിസ കഴിഞ്ഞപ്പോഴത്തേന് എനിക്കൊരു ക്ലിനിക്കിൽ ജോലി കിട്ടി. ക്ലിനിക്കിൽ ഒരു മെഡിക്കൽ സെന്ററിലായിരുന്നു, ഡെന്റലിന്റെ സെന്ററിലായിരുന്നു. അവിടെ എനിക്ക് ജോലി കിട്ടി. അങ്ങനെ ഞാൻ ജോലിക്ക് കയറി. അവിടെ പക്ഷേ ഞങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ ദുബൈയിൽ ഒരു പനി വന്നാലും നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ്. ഒരു പനി വന്നാൽ നമുക്ക് ഒരു ഡോക്ടറുടെ അടുത്ത് പോകണമെങ്കിൽ ഒരു നല്ല കാശ് നമ്മൾ കൊടുക്കണം. അങ്ങനെ ആ സ്ഥിതിക്കായിരുന്നു ഞങ്ങൾ ഇരുന്നത്. നല്ല കാശ് കൊടുക്കണം. ബിക്കോസ് ഇവിടെ മോസ്റ്റ്ലി എല്ലാവർക്കും മെഡിക്കൽ ഇൻഷുറൻസ് വേണം. പിന്നെ ചെറിയ ചെറിയ ക്ലിനിക്സിലാണെങ്കിൽ അവരുടെ മെഡിക്കൽ ഇൻഷുറൻസ് നമുക്ക് തരത്തില്ല. നോർമൽ ആൾക്കാരാണെങ്കിൽ സാരമില്ല, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇത്ര വലിയ അസുഖമായിട്ട് ഞാൻ ഇവിടെ വന്നു, ജോലിക്ക് കയറി. എന്തോ ആവുമെന്ന് അറിയത്തില്ലായിരുന്നു. എന്നാലും ഞങ്ങൾ പ്രാർത്ഥിച്ചു. എനിക്കുള്ള BP മെഡിസിനും പിന്നെ ഈ അയണിന്റെയും വൈറ്റമിൻസിന്റെ മെഡിസിൻ എല്ലാം ഞാൻ നാട്ടിൽ പോകുമ്പം 1 വർഷത്തെ മെഡിസിൻ കൊണ്ടാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ 3 വർഷം അവിടെ ജോലി ചെയ്തു. ദൈവകൃപയാൽ ഞാൻ 3 വർഷം അവിടെ ജോലി ചെയ്തിട്ടും ഒരു പനി പോലും ദൈവം എന്നെ വരാൻ ദൈവം അനുവദിച്ചില്ല. ഒരു പനി വന്നിട്ട് ഞാൻ വേറെ ക്ലിനിക്കിൽ പോയി പൈസ ചെലവാക്കാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. ഒരു കുഴപ്പമില്ലാതെ ആ 3 വർഷം ദൈവം എന്നെ നടത്തി. എനിക്ക് കിഡ്നിയുടെ എത്ര ഉള്ള ആണെങ്കിലും ദൈവം എന്നെ നല്ല രീതിയിൽ എന്നെ നടത്തി. ഒരു പ്രയാസവും ഒരു പനി പോലും വരാതെ ദൈവം എന്നെ അനുവദിച്ചില്ല. അങ്ങനെ 3 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒരു ഹോസ്പിറ്റലിലോട്ട്, ഒരു വലിയ ഹോസ്പിറ്റലാണ്, അവിടെ ഒരു ഇന്റർവ്യൂ കോൾ വന്നു. ഞാൻ ഇന്റർവ്യൂ കോളിന് വേണ്ടി പോയി. ഞാനും 2 പിള്ളേരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്റർവ്യൂവിന് പോയപ്പം ആ കൊച്ചും ഞാനും സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ആണ് ഞാൻ അറിയുന്നത് ആ കൊച്ചാണെങ്കിൽ വേറെ ഒരാളുടെ വന്നേക്കുന്നേ.
ഐസിയുടെ സീനിയർ നഴ്സിന്റെ റെക്കമെൻഡേഷൻ കൊണ്ടാണ് ആ കൊച്ചു വന്നേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇവള് ആകെ പോയി നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. പിന്നെ ഇവളാണെങ്കിൽ റെക്കമെൻഡേഷൻ ഉണ്ട്. ഞാൻ എന്തോ ചെയ്യും, എനിക്ക് ഇനി കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഭാരപ്പെട്ടു. എന്നാലും ഞാൻ ഇന്റർവ്യൂക്ക് കയറി. അവിടുത്തെ മാനേജർ ആയിരുന്നു. ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോയി. അവള് ഹാപ്പി ആയിട്ട് പോയി, ഞാനും ഹാപ്പി ആയിട്ട് പോയി. പക്ഷെ മനസ്സിലൊരിതുണ്ടായിരുന്നു, ഇത് കിട്ടാൻ പോകത്തില്ല, ബിക്കോസ് അവൾ ഓൾറെഡി അവളെ എടുക്കത്തുള്ളൂ, എന്നെ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് മെയിൽ വന്നു, നിങ്ങൾ സെലക്ട് ആയിന്ന്, നിങ്ങൾ ജോയിൻ ചെയ്യാം, ഇത്ര തൊട്ട് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ സെലക്ട് ആയി. അപ്പൊ ഞാൻ ഞാൻ അപ്പം എൻ്റെ ഹസ്ബൻഡിനോട് വന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ബീജ, അത് ഞങ്ങൾക്ക് കിട്ടത്തില്ല, ബിക്കോസ് ആ കൊച്ചിന് ഭയങ്കര സ്മാർട്ടും ആണ്. ഞാൻ അത്ര വലിയ സ്മാർട്ട് ഒന്നും അല്ല. അവൾ ഭയങ്കര സ്മാർട്ടാണ് ആൻസർ ഒക്കെ തരാനും. പിന്നെ അവൾക്ക് റെക്കമെൻഡേഷനും ഉണ്ട്, അതുകൊണ്ട് അവൾക്കേ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഞാൻ. അപ്പൊ ഏജ പറഞ്ഞു, സാരമില്ല, നമുക്കുള്ളെങ്കിൽ നമുക്ക് കിട്ടും, ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുകയാണെങ്കിൽ അത് നമുക്ക് തന്നെ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ എനിക്ക് ആ ഇന്റർവ്യൂയുടെ ആ ഓഫർ ലെറ്റർ കിട്ടപ്പോഴത്തേക്ക് ഞാൻ ഒത്തിരി സന്തോഷിച്ചു, ദൈവത്തോട് നന്ദി പറഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ഇന്റർവ്യൂയുടെ മുമ്പേ ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുത്തായിരുന്നു. അത് വേറെ ഒരു ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ ഞാൻ എല്ലാ ഇന്റർവ്യൂ കൊടുത്തു, പാസ്സായി, ഓഫർ ലെറ്റർ കിട്ടി. ഇച്ചിരി ദൂരെയായിരുന്നു അത്. ഓഫർ ലെറ്റർ കിട്ടിയപ്പം എനിക്ക് പിറ്റേ ദിവസം മെഡിക്കലിന് പോകണം. മെഡിക്കലിന് പോയപ്പോഴത്തേന് ഞാൻ ഹസ്ബൻഡിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ, വിജ നാളെ മെഡിക്കലിന് പോകുമ്പോ എന്തോ ആവുമോ, എന്റെ കണ്ടുപിടിച്ചാ പിന്നെ അവർ എന്നെ എടുക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ വിജ പറഞ്ഞു, സാരമില്ല, പക്ഷെ എനിക്ക് അറിയത്തില്ല ഈ ഹോസ്പിറ്റൽ നല്ലതാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന്. പക്ഷെ നമുക്ക് അറിയത്തില്ല, ബിക്കോസ് നമുക്ക് ആ സമയത്ത് ഒരു ഇച്ചിരി കൂടെ സാലറി കൂടിയുള്ള ഒരു ജോലി ഭയങ്കര ആവശ്യമായിരുന്നു. ബിക്കോസ് എല്ലാത്തിന്റെ റെന്റും കാര്യങ്ങളായോണ്ട് ഞങ്ങൾ പിന്നെ കിട്ടിയ ജോലി കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇരുന്നതാണ്. പിറ്റേ ദിവസം എന്റെ മെഡിക്കൽ ആയപ്പം രാത്രിയിൽ ഒരു 11 മണി ആയപ്പം ഞങ്ങൾക്ക് ഒരു കോൾ വന്നു. അതൊരു അവിടുത്തെ ഒരു ഡോക്ടറാണ്. പക്ഷെ അതൊരു ഞങ്ങളെ അറിയുന്ന ഒരു വിശ്വാസിയുടെ ഫ്രണ്ടാണ്. അവർ വേറെ ഒരു ചർച്ചിലത്തെ വിശ്വാസിയുടെ ഫ്രണ്ടാണ്. പക്ഷെ അവിടുത്തെ ഒരു ഡോക്ടറും ആണ് ആ ഹോസ്പിറ്റലിന്റെ. ആ ഡോക്ടർ ഞങ്ങളെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അറിഞ്ഞു നിങ്ങൾ ഇവിടെ ഇന്റർവ്യൂ പാസ്സായി, നിങ്ങൾ അടുത്ത ദിവസം ഇവിടെ കയറാൻ പോവാന്നൊക്കെ ഞാൻ കേട്ടു. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എന്നോട് അന്വേഷിച്ചായിരുന്നു, അതുകൊണ്ട് ഞാൻ നേരിട്ട് വിളിക്കുവാണ്. മോനെ, അവിടെ പോണ്ട, ഇപ്പൊ ആ ഹോസ്പിറ്റലിന്റെ സ്ഥിതി ശരിയല്ല. ഇപ്പോഴും എന്റെ നേഴ്സിന് ഇപ്പം 4 മാസമായി സാലറി കിട്ടിയിട്ട്, അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ പോണ്ടാന്ന് അങ്ങനെ പറഞ്ഞു. അവർ 11 മണിക്ക് അവർ രാത്രി വിളിച്ച് അവർ നേരിട്ട് ആ ഡോക്ടറെ അങ്ങനെ വിളിച്ചു പറഞ്ഞു. അപ്പത്തേന് എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, എന്നാ പോണ്ട, അറ്റ്ലീസ്റ്റ് ഇവിടെ സാലറി കുറവാണെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പത്തേന് എനിക്ക് ഒത്തിരി സങ്കടമായി പോയി. ഞാൻ ഒത്തിരി ഭാരപ്പെട്ടാണ് ഞങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും സാലറി ഉള്ള ഒരു ജോലി കിട്ടിയത്. അപ്പത്തേന് എനിക്ക് ഒത്തിരി വിഷമമായി പോയി. പക്ഷെ ഒരു 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 വിശ്വാസി നമ്മളെ വിളിച്ച് പറയുമ്പം, അത് ഈ സമയത്ത് പറയുമ്പോൾ ഇറ്റ് മീൻസ് ദൈവം അതിന് എന്തോ ഒരു തടസ്സമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒത്തിരി കരഞ്ഞു. അപ്പം പിന്നെ ഞാൻ രാവിലെ എണീച്ച് പറഞ്ഞു, എന്തായാലും ദൈവത്തിന്റെ ഹിതം അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് അത് പോയപ്പോഴാണ് എനിക്ക് ഈ ജോബ് കിട്ടിയത്. ഈ ജോബ് കിട്ടിയപ്പോൾ എനിക്ക് ഇവിടെ മെഡിക്കൽ ഒന്നും ഇല്ലായിരുന്നു. ഡയറക്റ്റ് എനിക്ക് കയറിയാൽ മതിയായിരുന്നു. മെഡിക്കൽ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം എന്നെ എടുക്കത്തില്ലായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച് ഇവിടെ മെഡിക്കൽ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ പക്ഷെ എനിക്ക് കിട്ടിയ പോസ്റ്റിംഗ് ഐസിയുലോട്ടായിരുന്നു. അതും ഒരു ഭാരമായിരുന്നു. ഞാൻ ഐസിയുവിൽ എങ്ങനെ ജോലി ചെയ്യും? ഐസിയുടെ ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാരവും മീൻസ് ഭാരങ്ങൾ എടുക്കണം, പേഷ്യൻസിനെ പൊക്കണം, പിന്നെ ഇൻഫെക്ഷൻ അടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ഐസിയുവിൽ കയറുമ്പോൾ. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം എന്നെ ബലപ്പെടുത്തണേ, ഐസിയുലോട്ട് പോവുകയാണ് ഞാൻ, ഇനി ഉള്ള കാര്യങ്ങൾ ദൈവം നടത്തിക്കോണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഐസിയു പോയി ജോലി ചെയ്തു. കുഴപ്പമില്ലാതെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ചെന്നപ്പോൾ അവിടെ എനിക്ക് മെഡിക്കൽ ഇൻഷുറൻസും എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതുവരെ ഞാൻ ഡോക്ടറെ ഒന്നും കാണിച്ചിട്ടില്ല, നെഫ്രോളജിസ്റ്റിനെ ഒന്നും പോയി കാണിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സെയിം നാട്ടിൽ പോകുന്നു,
എല്ലാ വർഷം പോകുന്നു, അവിടെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, ചെക്കപ്പ് ചെയ്യുന്നു, വരുന്നു. അത്രേ ഉള്ളായിരുന്നു. ഞാൻ ഇതുവരെ ആ സമയം വരെ ഞാൻ നെഫ്രോളജിസ്റ്റ് അടുത്ത് പോയിട്ടില്ല. പിന്നെ എന്റെ കാര്യങ്ങൾ ഞാന് വേറെ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. എന്റെ മലയാളി ഫ്രണ്ട്സ് എന്റെ ഐസിയുൽ ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്റെ ഐസിയുടെ മാനേജറുണ്ട്. ഒരു ലെബനീസ് ഒരു മെയിൽ ആണ്. പുള്ളിക്കാരന് ഇത് അറിഞ്ഞപ്പോഴത്തേന് എന്നെ ഒരു ദിവസം ആ പുള്ളിക്കാരുടെ ചേംബറിൽ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, "രീസ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?" എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, "സർ, എനിക്കൊരു ബുദ്ധിമുട്ടില്ല, എനിക്കൊരു ബുദ്ധിമുട്ടില്ല." ബിക്കോസ് നമുക്ക് പേടിയാണ്. നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസുഖം ഉണ്ടെന്നോ ഇങ്ങനെ എന്തെങ്കിലും, ബിക്കോസ് ഞാൻ പുതിയതായിട്ടാ ജോയിൻ ചെയ്തേക്കുന്നത്. അസുഖം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ പറഞ്ഞു വിടുവോ, അങ്ങനെയൊക്കെ ഒരു ഒരു പേടി എന്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഞാന് എന്നോട് പറഞ്ഞു, "റിസ, സത്യം പറയണം. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന്" പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, "സാർ, എനിക്കിങ്ങനെ കിഡ്നിയുടെ ഒരു ഇഷ്യൂ ഉണ്ട്" എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, "എന്നിട്ട് നീ ഇതുവരെ പോയി നെഫ്രോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തോന്ന്" ചോദിച്ചു. ഞാൻ പറഞ്ഞു, "ഞാൻ മെഡിസിൻ കഴിക്കുന്നുണ്ട്. ബിപിയുടെ ഒക്കെ മെഡിസിൻ ഞാൻ കഴിക്കുന്നുണ്ട്. എനിക്ക് ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. പിന്നെ അറിയാലോ, ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലി പോകുന്നൊക്കെ." അപ്പൊ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, "ജോലിയുടെ പ്രയാസമൊന്നും നിനക്ക് വേണ്ട. അതൊന്നും നീ എന്റെ ഇതില് വിട്ടേക്ക്. അത് കുഴപ്പമൊന്നുമില്ല. നീ ഇന്ന് തന്നെ പോയി ഒരു നെഫ്രോളജിസ്റ്റിനെ കാണണം. ഞങ്ങക്ക് ഇവിടെ കിഡ്നി ട്രാൻസ്പ്ലാന്റിന്റെ പ്രോഗ്രാം ഉണ്ട്. അതിനകത്ത് നീ ചേരണം" എന്നൊക്കെ പറഞ്ഞു. ആഹ് അപ്പൊ ഞാൻ പറഞ്ഞു, "കിഡ്നി ട്രാൻസ്പ്ലാന്റോ? അത് ദുബായിൽ?" ഞാൻ പറഞ്ഞു, "സർ, എനിക്ക് അത്രയ്ക്കുള്ള അഫോർഡ് ചെയ്യാനുള്ള ഇതൊന്നും ഇല്ല. ഞാൻ ഇന്ത്യയെ പോലെ എനിക്ക് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പം ഈവൻ ഡോണർ ഉണ്ടെങ്കിലും എനിക്ക് എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ബിക്കോസ് ഞങ്ങൾക്ക് ഒന്നുമില്ല." അപ്പത്തേന് പറഞ്ഞു, "അതുകൊണ്ട് നീ വറി ചെയ്യണ്ട. നീ ജസ്റ്റ് പോയി നെഫ്രോളജിസ്റ്റിനെ കണ്ടിട്ട് നീ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവര് നിന്നെ പ്രോഗ്രാമിലോട്ട് ചേർക്കൂന്ന്" പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, "ശരി, എന്നാ ഞാൻ പോവാന്ന്" പറഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ നെഫ്രോളജിസ്റ്റിനെ പോയി കണ്ടു. കണ്ടിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു. പുള്ളിക്കാരനെല്ലാം ചെക്കപ്പ് ചെയ്തു. അപ്പൊ തന്നെ എന്റെ കിഡ്നിക്ക് നല്ല പ്രശ്നമുണ്ട്. നല്ല ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു കൃപ ദൈവം നൽകിയോണ്ട് എനിക്ക് ജോലി ചെയ്യാനുള്ള കൃപ എ കാണുമ്പോ ആർക്കും പറയാൻ പറ്റത്തില്ല എനിക്ക് അങ്ങനെ വലിയൊരു രോഗം ഉണ്ടെന്ന്. അങ്ങനെയൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആഹ് എല്ലാം ചെക്കപ്പ് ചെയ്തപ്പോ അവര് പിന്നെ എന്റെ ആ പേര് ആ ലിസ്റ്റിനകത്ത് ചേർത്തു. അവര് പറഞ്ഞു, "ലിസ്റ്റിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി എപ്പളാ വരുന്നേന്ന് നമുക്ക് ഡോണേഴ്സ് എപ്പളാ വരുന്നേന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് കടാവറാണ്. ആരെങ്കിലും മാച്ചായി കിട്ടിയാല് നമുക്ക് കിട്ടും. ഒത്തിരി വലിയ ലിസ്റ്റ് ആണെന്ന്" പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, "ഡോക്ടർ, ഇതിനൊക്കെ ചെലവ് എങ്ങനെയാണ്? നമ്മുടെ ഇൻഷുറൻസ് കവർ ചെയ്യോ ഇല്ലയോ നമുക്കറിയത്തില്ല." അപ്പൊ പറഞ്ഞു, "അത് അപ്പത്തെ കാര്യല്ലേ. അപ്പം നമുക്ക് നോക്കാന്നൊക്കെ." അപ്പൊ പറഞ്ഞു, "ഡോക്ടറെ, എനിക്ക് ഇങ്ങനെ നിങ്ങളെല്ലാരും പറഞ്ഞു ഉന്തി പറഞ്ഞ് എന്നെ ഇതിനകത്താക്കി. പക്ഷേ എനിക്ക് ഇതിനുള്ള ഇത് ഫൈനാൻഷ്യൽ ഞാൻ അത്ര സ്ട്രോങ് അല്ല. എനിക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല" എന്ന് പറഞ്ഞു. ഞാന് എല്ലാ വർഷവും ഞങ്ങള് നാട്ടിൽ പോകുന്നുണ്ട്. ആഹ് ചെക്കപ്പ് ചെയ്യും, മരുന്ന് വാങ്ങിക്കും, ഡോക്ടറോട് ചോദിക്കും, "ഡോക്ടറെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ?" ഡോക്ടർ പറയും, "ഒന്നുമില്ല. ട്രാൻസ്പ്ലാന്റ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു ഓപ്ഷനും ഇല്ല" എന്നൊക്കെ പറയുമ്പോൾ ഞാനും എന്റെ ഹസ്ബൻഡും കണ്ണി കണ്ണി നോക്കിയിട്ട് നമ്മള് തിരിഞ്ഞു വരും. ഞാനും ചോദിക്കത്തില്ല. ഇതുവരെ ഞാനും എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ടില്ല, നാളെ നമുക്ക് എന്തെങ്കിലും കരുതി വെക്കണോ?" കരുതി വെക്കാനില്ല. ബിക്കോസ് നമ്മൾ അധ്വാനിക്കുന്നതെല്ലാം ഇവിടെ തീരാനേ ഉള്ളൂ. പിന്നെ അതുപോലെ അപ്പത്തേന് ഒരു ക്വസ്റ്റ്യൻസും ഇല്ല, ഒരു ആൻസറും ഇല്ല. ഹസ്ബൻഡിനും അറിയാം ചെയ്യാൻ പറ്റത്തില്ലാന്ന്, എനിക്കും അറിയാം. ഞങ്ങക്ക് അതിന് പറ്റത്തില്ലാന്ന് നമുക്കറിയാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അങ്ങനെ ട്രാൻസ്പ്ലാന്റിന്റെ ലിസ്റ്റിലോട്ട് പേര് നൽകി. അപ്പത്തേനും എന്റെ ക്രിയാറ്റിൻ കുറച്ചായപ്പം കൂടാൻ തുടങ്ങി. ആം ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്യുമ്പോ ക്രിയാറ്റിൻ കൂടുന്നു, പൊട്ടാഷ്യം കൂടുന്നു. ക്രിയാറ്റിൻ കൂടുന്ന വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഡോക്ടർ പിന്നെ നോക്കിയപ്പം എന്റെ പൊട്ടാഷ്യം കൂടാൻ തുടങ്ങി. അപ്പം ഡോക്ടറിന് ഒരു പേടിയായി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, "റിസ, പൊട്ടാഷ്യം കൂടുന്നുണ്ട്. അപ്പം മിക്കവാറും നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വരുമെന്ന്" എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, "ഡോക്ടറെ, ഞാൻ ഡയാലിസിസ് ചെയ്യത്തില്ല. എന്തോ ആയാലും ഞാൻ ഡയാലിസിസ് ചെയ്യത്തില്ല. ആഹ് ഞാൻ എനിക്ക് അസുഖമുണ്ട്, എല്ലാം ഉണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആരുടെ മുമ്പിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ ഡയാലിസിസിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഒത്തിരി വിഷമിച്ചു. ദൈവമേ, എനിക്ക് ഡയാലിസിസ് ചെയ്യണ്ട"
അപ്പൊ ഡോക്ടർ എന്നെ ഒത്തിരി കൺവിൻസ് ചെയ്യാൻ തുടങ്ങി. ഡയാലിസിസ് ചെയ്യണം റീസ, അല്ലെങ്കിൽ പൊട്ടാഷ്യം കൂടിയ അറിയാലോ നിനക്ക്, നീ ഒരു നേഴ്സ് അല്ലേ, പൊട്ടാഷ്യം കൂടിയ ഏത് സമയത്തും അറ്റാക്ക് വരാനോ ചാൻസസ് ഉണ്ടെന്ന്, നിനക്ക് ഇത്രയൊക്കെ ഉള്ള പ്രായമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ ചിന്തിക്കാന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ ഡോക്ടർ എനിക്ക് ലാസ്റ്റ് ഓപ്ഷൻ നൽകി. നീ ഒരു കാര്യം ചെയ്യ്, ഓക്കെ ഇപ്പൊ ഡയാലിസിസ് ചെയ്യുന്നില്ലെങ്കിൽ നീ ഒരു AV ഫിസ്റ്റുല എന്ന് പറഞ്ഞ ഡയാലിസിസ് നമ്മുടെ ഇവിടെ ഒരു ഫിസ്റ്റുല ഉണ്ടാക്കും, അതുണ്ടാക്കി നീ വെക്ക്. അത് വെച്ച് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു എമർജൻസി ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ എന്നെ അതിനുവേണ്ടി കൺവിൻസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഓക്കെ ഡോക്ടർ, എന്നാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ഉണ്ടാക്കാം, പക്ഷെ ഞാൻ ഡയാലിസിസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതിനു വേണ്ടി അപ്രൂവലിന് വേണ്ടി വിട്ട്, IV ഫിസ്റ്റുലാക്ക് വേണ്ടി ഡോക്ടർ പറഞ്ഞു അപ്രൂവൽ എല്ലാം വിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്രൂവലിനൊക്കെ എല്ലാം വിട്ടപ്പോഴത്തേനും അപ്രൂവൽ റിജക്റ്റ് ആയി. അവർ പറഞ്ഞു ഇത് റീഎംബേഴ്സ്മെന്റ് ആണ്, നിങ്ങൾ പേ ചെയ്തിട്ട് പിന്നെ ക്ലെയിം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എത്ര ഇതിന് പൈസ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു 30,000 ദറംസ് ആണ്, ഇത് നമ്മുടെ നാട്ടിലത്തെ ഒരു 7-8 ലക്ഷം ആവുന്നു. അപ്പത്തേന് ഞാൻ ഡോക്ടറോട് പോയി കാര്യം പറഞ്ഞു. ഡോക്ടർ ഇങ്ങനെ അവരിങ്ങനെ ഇത്ര പൈസ ചോദിക്കുന്നു, എൻ്റെ കയ്യിൽ ഇത്ര പൈസ ഇല്ല, ഞാൻ അതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ട് ഞാൻ പോന്നു. അപ്പത്തേന് എൻ്റെ മാനേജർ എന്നെ വിളിച്ചു, പറഞ്ഞു റീസ എന്തുവായി, ഫിസ്റ്റുലയുടെ കാര്യം എന്തുവായി, ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നല്ലോ ഫിസ്റ്റുല ചെയ്യണമെന്നൊക്കെ, എന്തുവായി? ഞാൻ പറഞ്ഞു ഇങ്ങനെ റിജക്റ്റ് ആയി, അവരെന്നോട് ഇങ്ങനെ 30,000 ദിറംസ് അടയ്ക്കാൻ പറയുന്നു, എന്നിട്ട് സർജറി ചെയ്തിട്ട് ക്ലെയിം ചെയ്യാൻ പറയുന്നു, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പത്തേന് പുള്ളിക്കാരൻ പെട്ടെന്ന് എന്തൊക്കെ മെയിലൊക്കെ അയച്ചു, കോർപ്പറേറ്റിലോട്ട് മെയിലൊക്കെ അയച്ചു, HR-ലോട്ട് മെയിലൊക്കെ അയച്ചു. വിതിൻ 1 ഡേ എൻ്റെ ഈ AV ഫിസ്റ്റുല അപ്രൂവ് ആയി കഴിഞ്ഞു. അങ്ങനെ ആയപ്പോഴത്തേന് അതും ദൈവത്തിന്റെ കൃപയാണ്. എന്നെ എന്നെ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഓരോരോ ആൾക്കാരെ ഓർത്തിട്ട് ദൈവത്തിന് സ്തുതിക്കുന്നു. ജാതികളാണ് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തേക്കുന്നത്. എനിക്ക് വേണ്ടി ജാതികളെയാണ് ദൈവം ഒരുക്കിയേക്കുന്നത് എനിക്ക് വേണ്ടി, എൻ്റെ എല്ലാ കാര്യത്തിനും വേണ്ടി. അങ്ങനെ ആ മനുഷ്യൻ കാരണം അന്ന് എൻ്റെ AV ഫിസ്റ്റുല കഴിഞ്ഞു. AV ഫിസ്റ്റുല കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ദുബൈയിൽ ചർച്ച് ഓഫ് ഗോഡിലാണ് പോകുന്നത്. ഞങ്ങളുടെ അങ്കിളുടെ ചർച്ചായിരുന്നു. അങ്കിൾ ഇപ്പം റിട്ടയർ ആയി പോയി. അതുപോലെ ഈ ചർച്ചും ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട് ആണ്, ഇപ്പോഴും ആണ്. അവരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഈ ദുബൈയിൽ പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെ എൻ്റെ AV ഫിസ്റ്റുല കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം എൻ്റെ AV ഫിസ്റ്റുല കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ നോർമൽ ഡ്യൂട്ടിക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴത്തേനാണ്, ബിക്കോസ് നമ്മൾ AV ഫിസ്റ്റുല ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഭാരവും, ഞാൻ ഒരു കിലോ ഭാരം പോലും ഈ കൈ കൊണ്ട് എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ ഇതങ്ങ് കേടായിപ്പോവും, ഈ കൈ ഇതായിപ്പോവും. അതുകൊണ്ട് എനിക്ക് അപ്പൊ ഞാൻ ICUയിൽ പോകുന്നത് പേഷ്യൻസിനെ പൊക്കാനും താക്കാനും ഇങ്ങനെയൊക്കെയാ പോകുന്നത്. ബിക്കോസ് നമുക്കൊന്നും ചെയ്യാം, നമുക്കൊരു പേഷ്യന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ ആയപ്പോഴത്തേന് ആ മാനേജർ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, "റീസ നീ ഒരു കാര്യം ചെയ്യ്, നിനക്കിപ്പോ ഫിസ്റ്റുല ആയി, നീ അതുകൊണ്ട് ഇനി ബെഡ് സൈഡിൽ ജോലി ചെയ്യണ്ട, നീ ഇവിടെ ക്ലർക്ക് വർക്ക് ചെയ്താൽ മതി, PAയുടെയോ അഡ്മിനിസ്ട്രേഷൻ വർക്ക് മാത്രം ചെയ്താൽ മതി, നീ ബെഡ് സൈഡിൽ പോകണ്ടെന്ന് പറഞ്ഞു." അപ്പത്തേനും ഞാൻ പറഞ്ഞു സർ അതെങ്ങനെ ശരിയാവുന്നേ, ആരെങ്കിലും അറിഞ്ഞാൽ HR-കാർ അറിഞ്ഞാലൊക്കെ അവർ പിന്നെ, ബിക്കോസ് നഴ്സിന്റെ സാലറി മേടിച്ചിട്ട് അഡ്മിനിസ്ട്രേഷൻ ജോലി ചെയ്യുന്ന പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അവർക്ക് അത് ഈ നഷ്ടമല്ലേ. അപ്പൊ പറഞ്ഞു അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്ന് പുറത്തുനിന്ന് ആരും ഒന്നും പറയത്തില്ല, ഇവിടെ ആ ICUയിൽ 56 സ്റ്റാഫ് ഉണ്ട്, ഇത്ര ഡോക്ടേഴ്സ് ഉണ്ട്, ഞാനാ ഇവിടുത്തെ മാനേജർ, ഒരാൾ പോലും ഇത് HR-ലോ പുറത്തൊന്നും ആരും ഒന്നും പറയത്തില്ല, നീ അതിനെ പറ്റി വറി ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അയാൾ എന്നെ ബെഡ് സൈഡിൽ നിന്ന് മാറ്റിയിട്ട് അഡ്മിനിസ്ട്രേഷൻ ജോലി ചെയ്തു. അവിടെയും ദൈവത്തിന്റെ പ്രവൃത്തി എനിക്ക് കാണാനായി. ദൈവം അത്രത്തോളം എന്നെ, ഞാൻ എന്തൊക്കെ എനിക്ക് ആവശ്യമുണ്ട് അപ്പൊ ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ആയപ്പോഴത്തേന് ഞങ്ങൾ പോയി. ബുദ്ധിമുട്ട്, എന്റെ ഹസ്ബൻഡിന് ജോലിയുണ്ട് പക്ഷെ സാലറി കിട്ടത്തില്ല, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ എന്റെ ഹസ്ബൻഡിന്റെ ജോലിയിലും ഉണ്ടായിരുന്നു.
പിന്നെ എന്റെ പപ്പയ്ക്ക് ക്യാൻസറായി, ലങ് ക്യാൻസറായി. എന്റെ ഡാഡി ഡൽഹിയിലായിരുന്നു. എന്റെ ഡാഡി പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ ഡാഡി സ്നാനപ്പെട്ടു. കുഴപ്പമില്ലാതെ ആയി. ഞങ്ങളുടെ ലൈഫ് നോർമൽ ആയിരുന്നു. ഞാൻ നഴ്സിംഗ് സെക്കൻഡ് ഇയർ പഠിച്ചപ്പോ ആണ് എന്റെ ഡാഡി കള്ളുകുടിയെല്ലാം വിട്ട് നോർമലായി. ഞങ്ങളുടെ ഫാമിലി നോർമലായി. അപ്പൊ എനിക്ക് സന്തോഷിക്കാൻ അപ്പളാണ് ഒന്ന് ഞാന് ഫാമിലി ആണെന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നെ. അപ്പനും അമ്മയും അനിയത്തിയും ഒരു കുടുംബവും. അപ്പളാണ് ഞാൻ ഒരു സന്തോഷമുള്ള കുടുംബം കാണുന്നെ. അല്ലെങ്കിൽ കൊച്ചിലെ തൊട്ട് ഞാനും മമ്മിയും അനിയത്തിയും മാത്രേ ഉള്ളൂ. എവിടെ പോയാലും ഞങ്ങൾ മാത്രേ ഉള്ളായിരുന്നു. അപ്പൻന്ന് പറഞ്ഞാ ആരും അപ്പന്റെ സ്ഥാനത്ത് എന്റെ അപ്പൻ എന്നെ നിന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ഒരു ഇത് സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് കള്ളുകുടിയെല്ലാം വിട്ട് കഴിഞ്ഞിട്ടാണ് എന്റെ ഡാഡി എല്ലാം നോർമലായെ. അതെല്ലാം ഞങ്ങള് എല്ലാം നോർമലായി. എനിക്ക് രോഗമുണ്ട്. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ എന്റെ അപ്പന് ഇത് കള്ളുകുടിയെല്ലാം വിട്ടപ്പം ഞങ്ങളൊന്ന് സന്തോഷം വന്നപ്പോ ആണ് എന്റെ ഡാഡിക്ക് ലങ് ക്യാൻസർ ആയത്. അപ്പൊ ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടു. ഞാനും എന്റെ ഹസ്ബൻഡും ഉണ്ട്. എന്റെ അനിയത്തി ദുബൈയിലുണ്ട്. അപ്പം പപ്പയ്ക്ക് ഇനി ക്യാൻസർ ആണെങ്കി അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യണം. അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ഒത്തിരി പൈസയാവും. എന്തോ ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരുന്നപ്പോ ആണ് കേജ്രിവാൾ വന്നത്. കേജ്രിവാൾ വന്നപ്പത്തേന് ഞങ്ങടെ അടുത്ത് തന്നെ ഒരു പുതിയ ക്യാൻസർ ഹോസ്പിറ്റൽ തുടങ്ങി. അങ്ങനെ ആ ആ ഞങ്ങൾ താമസിക്കുന്നത് വെസ്റ്റ് ഡൽഹിയിലാണ്. ആ വെസ്റ്റ് ഡൽഹിയിലുള്ളവർക്ക് മാത്രം അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാം. പുതിയ ഹോസ്പിറ്റല്, ഒരു തിരക്കുമില്ല, ഒരു ഒന്നുമില്ല. എന്റെ ഡാഡിക്ക് തന്നെ പോയി കീമോ ചെയ്യാനും റേഡിയേഷൻ ചെയ്യാനും എല്ലാം പറ്റി. ഞങ്ങൾക്ക് ഒരു 5 പൈസ ഞാൻ ഓർക്കും. ഞാൻ ഒത്തിരി ഭാരപ്പെട്ടിട്ടുണ്ട്. എന്റെ അപ്പന് ഇത് വന്ന് ഞങ്ങൾ എന്തോ ചെയ്യൂന്ന്, എങ്ങനെ കാശുണ്ടാക്കുമെന്ന് എല്ലാം ഞാൻ ഒത്തിരി ഭാരപ്പെട്ടായിരുന്നു. എന്നാലും ദൈവം അന്ന് ഞങ്ങൾക്ക് വേണ്ടി വഴി ഒരുക്കി. ഒരു 5 പൈസ പോലും ഞങ്ങൾക്ക് ദൈവം ചെലവാക്കാൻ സമ്മതിച്ചിട്ടില്ല. ദൈവം അതിനുള്ള വഴി ഒരുക്കി. അങ്ങനെ 2 വർഷം എന്റെ ഡാഡി ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തു. 2019 ഫെബ്രുവരിയിൽ എന്റെ ഡാഡി മരിച്ചു. ഡാഡിയുടെ കൊറോണ തുടങ്ങുന്ന സമയമായിരുന്നു. 2020 ആയിരുന്നു. കൊറോണ തുടങ്ങിയ സമയം. അങ്ങനെ അങ്ങനെ ഞാൻ അന്ന് ഡാഡി ഫെബ്രുവരിയിൽ മരിച്ചു. ഞങ്ങൾ ഡൽഹി പോയി. എല്ലാ റിച്വൽസ് നല്ല രീതിയിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്റെ ഡാഡി അത്രയും നല്ല രീതിയിൽ എന്റെ ഡാഡിയുടെ ഫ്യൂണറൽ സർവീസ് എല്ലാം നടന്നു. ഞങ്ങൾ അന്ന് കൊറോണ തുടങ്ങിയോണ്ട് എന്റെ ഹസ്ബൻഡ് ജോലി പോയി കഴിഞ്ഞിട്ടാണ് ജനുവരി 1-ാം തീയതി എന്റെ ഹസ്ബൻഡ് ജോലിക്ക് കയറിയപ്പോ ആണ് അവിടെ അവര് പറഞ്ഞു ഇനി തൊട്ട് വരണ്ടാന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവര് നിർത്തി. ഫെബ്രുവരി ഞങ്ങൾ ഡൽഹി പോയി. ഡാഡിയുടെ ഫ്യൂണറൽ എല്ലാം കഴിഞ്ഞതിന്റെ രാത്രിയിലാണ് ഇവിടെ ലോക്ക്ഡൗൺ ആവുന്നത്. അങ്ങനെ ലോക്ക്ഡൗൺ ആയി. അത് കഴിഞ്ഞപ്പത്തേന് എനിക്ക് ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. കൊറോണ ആയാലും എന്തോ ആയാലും എനിക്ക് ജോലിക്ക് പോവാനേ പറ്റത്തുള്ളൂ. ഞാൻ ബസ്സും മെട്രോയും എല്ലാം കേറി ജോലിക്ക് പോവാൻ തുടങ്ങി. മാർച്ച് ആയപ്പത്തേന് ഒരു പ്രാവശ്യം എന്റെ പൊട്ടാഷ്യം ഞാൻ ചുമ്മാ എല്ലാ മാസം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ ബ്ലഡ് കൊടുത്തപ്പത്തേന് എന്റെ പൊട്ടാഷ്യം ഒത്തിരി ഹൈ ആയിരുന്നു. ഡോക്ടർ ഐസിയു തന്നെ വന്നിട്ട് പറഞ്ഞു, "റിസ, പെട്ടെന്ന് പോയി ECG എടുക്കണം. എന്നിട്ട് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു." ഞാൻ ECG ചെയ്തു. ECG ചെയ്തപ്പോൾ അതിനകത്ത് വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു ഇനി നിക്കാൻ പറ്റത്തില്ല, ഡയാലിസിസ് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡിനെ പെട്ടെന്ന് വിളിപ്പിച്ചു. അങ്ങനെ ഞങ്ങള് ഡയാലിസിസിന് വേണ്ടി അന്ന് എന്റെ ഡയാലിസിസ് തുടങ്ങുവാണ്. ഞാന് ഒത്തിരി കരഞ്ഞു. ഒരു നഴ്സുമാര് എന്റെ കൊലീഗ്സ് തന്നെയാണ്, എന്നെ അറിയുന്നവർ തന്നെയാണ്. അവര് വന്ന് അപ്പൊ ഞാൻ ഒത്തിരി കരഞ്ഞു. ബിക്കോസ് ഞാൻ എപ്പളും ദൈവം എന്നെ ഡയാലിസിസിലോട്ട് വിടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കൊറോണ ടൈം ആയിരുന്നു. അങ്ങനെ എന്റെ ഡയാലിസിസ് തുടങ്ങി. വീക്ക്ലി 2 പ്രാവശ്യം ഞാൻ ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങി. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എന്റെ ഈ പറയുന്ന മാനേജർ അയാൾ റിസൈൻ ചെയ്ത് പോകുന്നത്. കൊറോണ സമയമാണ്. കൊറോണ സമയത്ത് ഡ്യൂട്ടി ചെയ്തു. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡ്യൂട്ടി ചെയ്തു. എല്ലാ കൃപ ദൈവം നൽകി. അന്നൊക്കെ ഒന്നും ഒരു കോവിഡ് പോലും പിടിക്കാൻ എന്റെ ദൈവം സമ്മതിച്ചിട്ടില്ല. അങ്ങനെ അന്നാണ് എന്റെ ഈ മാനേജർ റിസൈൻ ചെയ്ത് പോകുന്നത്. അന്ന് ഞാൻ ഒത്തിരി ഭാരപ്പെട്ടപ്പോ
ഞാൻ വിചാരിച്ചു ഇനി എന്ത് ചെയ്യും? ഇനി വേറെ ഒരു മാനേജർ വന്നാ അവര് ഇങ്ങേരുടെ പോലെ ആവുന്നൊന്നില്ല. അവർ ഇനി ഞാന് എങ്ങനെ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് പോയാണ് ഞാൻ ഡയാലിസിസ് ചെയ്തോണ്ടിരുന്നത്. ഞാന് 12 മണി വരെ ഡ്യൂട്ടി ചെയ്തിട്ട് 1 മണിക്ക് ഡയാലിസിസിൽ പോവും. 5 മണി വരെ ഡയാലിസിസ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പോവും. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തോണ്ടിരുന്നെ. ഇനി ആര് ഇങ്ങനെ സമ്മതിക്കുവോ? എന്ത് വർക്ക് മാത്രം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ ഒത്തിരി ഭാരപ്പെട്ടപ്പോ ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമേ അത്ഭുതം പ്രവർത്തിക്കണേ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വേണ്ടി ഇത്രത്തോളം ദൈവം ഒരുക്കി. ഇനിയും ഒരുക്കണേ എന്നൊക്കെ പറഞ്ഞപ്പത്തേനാണ് ഞങ്ങടെ അവിടുത്തെ ഒരു സീനിയർ ചേച്ചിയാണ്. ആ ചേച്ചി ബെന്തിക്കോസ് ആണ്. ഇവിടെ ഒരു പ്രെയർ ഒക്കെ നടത്തുന്നുണ്ട്. അപ്പം എനിക്കറിയത്തില്ല ദൈവത്തിന്റെ കൃപയാൽ ആ ചേച്ചി തന്നെ മാനേജറായി. അങ്ങനെ എനിക്ക് പുറത്തുനിന്ന് ഒരാള് പോലും അവിടെ വരാൻ ദൈവം ഇടവരുത്തിയില്ല. ആ ചേച്ചിയെ തന്നെ ദൈവം മാനേജറാക്കി. അങ്ങനെ ഞാന് കണ്ടിന്യൂസ്ലി അങ്ങനെ പോയി. പോയപ്പോത്തേന് ഇങ്ങനെ ആഹ് കൊറേ ഞാൻ ഐസിയുലായോണ്ട് ഒത്തിരി പേരുടെ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നുണ്ട്. എല്ലാരും ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഐസിയുലാണ് വരുന്നേ. അവരുടെ എല്ലാ ട്രാൻസ്പ്ലാന്റ് ഞാൻ കാണുന്നുണ്ട്. അവര് നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കും ദൈവമേ എനിക്ക് എന്നാണ് ഒരു കിഡ്നി കിട്ടുന്നെ? ബിക്കോസ് കിഡ്നിയുടെ രോഗത്താൽ മരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നും കണ്ടിട്ട് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ട് ദൈവമേ നാളെ ഞാനും ഇവിടെ ആയിരിക്കുമോ കിടക്കാൻ പോകുന്നേന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നാലും എല്ലാം ചിന്തിക്കും, മനസ്സിൽ വെക്കും. പക്ഷെ ഒരാളോട് പറയത്തില്ല. ദൈവത്തോട് മാത്രം പറഞ്ഞിട്ടുള്ളൂ, പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ദൈവം ഞങ്ങളെ ഒന്നിനും ഒരു കുറവ് വരുത്തി ഞങ്ങക്ക് വലിച്ചു വാരി തന്നിട്ടുണ്ടോ എന്നൊന്നുമില്ല. അന്നന്നേക്കുള്ള ആഹാരം അന്നന്നേക്ക് ദൈവം ഞങ്ങക്ക് നൽകും. ആഹ് ഞങ്ങക്ക് ആവശ്യമുള്ള എല്ലാം ദൈവം ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 2020 ഫെബ്രുവരി മാസത്തില് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞത്, "റീസ ഒരു കിഡ്നി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി നാളെ ട്രാൻസ്പ്ലാന്റ് നടത്തണോന്നൊക്കെ" പറഞ്ഞു. ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. അവിടെയുള്ള എൻ്റെ കൊലീഗ്സിനോടും എൻ്റെ ഡോക്ടേഴ്സിനോടും എല്ലാവരോടും പറഞ്ഞു, "കിഡ്നി കിട്ടിയിട്ടുണ്ട്" എന്നൊക്കെ പറഞ്ഞു. അപ്പത്തേനും എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ആഹ് പല ആൾക്കാര് ഈ ട്രാൻസ്പ്ലാന്റ് ഒക്കെ പല ആൾക്കാരുടെ ട്രാൻസ്പ്ലാന്റ് നടക്കുമ്പോ എന്നോട് ചോദിക്കും, "എന്താ റീസൺ നിനക്ക് കിട്ടാത്തെ? നിനക്ക് കിട്ടാത്തേന്ന്?" അപ്പൊ ഞാൻ അവരോട് ഇതേ പറയത്തില്ലായിരുന്നു, "എന്റെ സമയമായി കാണത്തില്ല" എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവര് ഒത്തിരി ഹാപ്പിയായി. അവരെന്നോട് പറഞ്ഞു, "നീ ഒരു കാര്യം ചെയ്യണം. ഇനി നീ ഇന്ന് പോവണ്ട. പോയിട്ട് ഇവിടെ തന്നെ അഡ്മിറ്റ് ആയിക്കോ. പിറ്റേ ദിവസം അഡ്മിറ്റ് ചെയ്യണം. ഹസ്ബൻഡിനോട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ ആയിട്ട് വരാൻ പറയാൻ" പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് അഡ്മിറ്റായി. പിറ്റേ ദിവസം ആം, ആം, പിറ്റേ ദിവസം എൻ്റെ പൊട്ടാഷ്യം ഹൈ ആയിരുന്നു. അപ്പോൾ അവര് പറഞ്ഞു ഡയാലിസിസ് ചെയ്യണോന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി ഡയാലിസിസ് എനിക്ക് ചെയ്യണ്ടാന്ന് പറഞ്ഞു ലാസ്റ്റ് ഡയാലിസിസ് ആണ്. ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പിന്നെ ഡയാലിസിസ് ചെയ്തു. ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെന്നെ OT കേറ്റി. അങ്ങനെ എൻ്റെ ട്രാൻസ്പ്ലാന്റ് 2020 ഫെബ്രുവരി 2 എൻ്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. ആഹ് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ദൈവം സഹായിച്ച് എല്ലാം ഭംഗിയായി ദൈവം നടത്തി. അവിടെയും ചാലഞ്ച് വരുന്നതെന്ന് പറഞ്ഞാ എക്സ്പെൻസ് ആണ്. എങ്ങനെ എക്സ്പെൻസ് നടന്നു, എങ്ങനെയാണെന്നൊക്കെ. ബിക്കോസ് നല്ല ഇൻഷുറൻസ് ഞങ്ങൾക്കുണ്ട്. പക്ഷെ അതിനകത്ത് ട്രാൻസ്പ്ലാന്റ് കവർ ചെയ്യത്തില്ല. അങ്ങനെ ആയപ്പോഴത്തേന് അവിടുത്തെ ഒരു കോർഡിനേറ്റർ ഉണ്ട്. അവളോട് ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ ഇതാ ചോദിച്ചേ, ആം, ഇത് എനിക്ക് എന്തെങ്കിലും പേ ചെയ്യേണ്ടി വരുവോ? എന്നൊക്കെ പറഞ്ഞപ്പം ബിക്കോസ് അവര് "ഓ സാരമില്ല, അപ്പൊ കുഴപ്പമില്ല" എന്നൊക്കെ പറഞ്ഞാലും പിന്നെ നമ്മളോട് പേ ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ എന്തോ ചെയ്യുമെന്നാണ് ഞാൻ കോർഡിനേറ്ററിനോട് ആദ്യം ചോദിച്ചു. എന്നോട് പ്ലീസ് പറയണം. ബിക്കോസ് എനിക്ക് അങ്ങനെ ഫൈനാൻഷ്യലി ഞാൻ അത്രയ്ക്ക് ഇതൊന്നും ഇല്ല. അതുകൊണ്ട് എന്നോട് പ്ലീസ് പറയണം. നീ എന്തെങ്കിലും ഒരു ചെലവുണ്ടെങ്കിൽ എന്നോട് പ്ലീസ് പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, "ലിസ പേടിക്കണ്ട. സാരമില്ല. ട്രാൻസ്പ്ലാന്റ് നടക്കും. കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ ഇൻഷുറൻസ് അല്ല. ഇത് ഇവിടെ നമ്മുടെ ദുബൈയുടെ ഗവൺമെന്റ് തന്നെ ഒരു ചാരിറ്റി പ്രോഗ്രാം ആണ്. ആ ഗവൺമെന്റ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നേ. നിനക്ക് ഒന്നിനും ഒരു 5 പൈസ പോലും നിനക്ക് മുടക്കേണ്ടി വരത്തില്ല" എന്ന് അവരെന്നോട് പറഞ്ഞു. അങ്ങനെ ഞാന് ദൈവത്തെ നന്ദി പറഞ്ഞു. ദൈവമേ ഞാൻ നാട്ടിലും ആം, ഇന്ത്യയില് എത്ര പ്രാവശ്യം നിന്നപ്പോഴത്തേന് ഡോക്ടർ ഞങ്ങളോട് ഇതൊക്കെ ചെയ്യണം ചെയ്യണം, നിനക്ക് ചെറുപ്രായമാണ്, ചെയ്യണം. ബിക്കോസ് എന്റെ ഫാമിലിയുടെ ഒന്നും മാച്ച് അല്ല എനിക്ക്. പക്ഷെ മാച്ച് ഉണ്ടെങ്കിലും എനിക്കൊന്നും അവരുടെ എടുക്കാൻ പറ്റില്ല. ബിക്കോസ് അതിന്റെ ചെലവ് ഒത്തിരിയാണ്. ഓരൊക്കെ പറഞ്ഞപ്പോഴത്തേനും അവരിങ്ങനെ വിചാരിക്കും ഞങ്ങൾ ദുബൈയിലല്ലേ, അതുകൊണ്ട് നമുക്ക് പറ്റും ഒക്കെ. ഡോക്ടേഴ്സ് അങ്ങനെയാണ് നമ്മളോട് പക്ഷെ ഞങ്ങളുടെ അവസ്ഥ നമുക്കേ അറിയത്തുള്ളൂ. ഞങ്ങളുടെ പോക്കറ്റിലും ഞങ്ങളുടെ പേഴ്സിലും എത്ര രൂപ ഉണ്ടെന്ന് അത് ഞങ്ങൾക്കേ അറിയത്തുള്ളൂ. വേറെ ആർക്കും അറിയത്തില്ല. അങ്ങനെ ദൈവം എനിക്ക് ദുബൈയില് ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഒരു വഴി ദൈവം ഒരുക്കി തന്ന ദൈവത്തിന് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കഴിവോ മിടുക്കോ ഒന്നുമല്ല.
എല്ലാം ദൈവത്തിന്റെ കൃപ മാത്രമാണ്. ഞങ്ങളെ താങ്ങാനും ഞങ്ങളുടെ ഞങ്ങളുടെ ആത്മീയ സഹോദരൻ സഹോദരിമാരും മാതാപിതാക്കളുടെ സഭ ആണ്. അവരാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും ഞങ്ങളെ താങ്ങിയതും. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് 3 വർഷം ജോലിയില്ലായിരുന്നു. അണ്ടർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് 3 വർഷം ജോലിയില്ലായിരുന്നു. എല്ലാ കാര്യവും ദൈവം ഭംഗിയായി നടത്തി. ഞങ്ങൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് എന്നെ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പത്തേന് എൻ്റെ കോർഡിനേറ്റർ വന്ന് എന്നോട് നഴ്സിംഗ് ഇതിന്റെ കോർഡിനേറ്റർ വന്ന് പറഞ്ഞു, വന്ന് ഡോക്ടറെ ചെക്കപ്പ് ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. എല്ലാ ദിവസവും വന്നെന്ന് പറഞ്ഞു. ഒരാഴ്ച എല്ലാ ദിവസവും ചെയ്യണം, പിന്നെ അടുത്ത ആഴ്ച ഓൾട്ടർനേറ്റ് ഡേയ്സ് ആക്കണം, അങ്ങനെയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ കോവിഡ് അല്ലേ, ഞാൻ എങ്ങനെ വരും? പബ്ലിക് ടാക്സി വിളിച്ച് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല, ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് നിനക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടിയില്ല, ഞാൻ എങ്ങനെ വരും? എന്റെ ഹസ്ബൻഡിന് ലൈസൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് വണ്ടിയില്ല, ഞാൻ എങ്ങനെ വരും എന്ന് പറഞ്ഞു. അപ്പം അവര് പറഞ്ഞു റീസ എന്തെങ്കിലും അറേഞ്ച് ചെയ്തേ പറ്റൂ, അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാന്ന്. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും അവിടെ ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ സർജറി കഴിഞ്ഞതിന്റെ 6-ാമത്തെ ദിവസമാണ്. വേദനകള്, റിക്കവറിയും ഡ്രെയിനേജും എല്ലാം ഉണ്ട്. എന്നാലും മനസ്സിൽ ടെൻഷൻ ആയിപ്പോയി. ദൈവമേ ഇനി അടുത്ത എന്തോ ചെയ്യും ഞാൻ? ഞങ്ങൾ എങ്ങനെ വരും? ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു. ഇനി ഞങ്ങൾ അടുത്ത ചെക്കപ്പിനും ഈ ടെസ്റ്റിന് എങ്ങനെ വരും എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഹസ്ബൻഡും ഭാരപ്പെട്ടു. അപ്പൊ ഞങ്ങൾ ഒരു റെന്റക്കാർ എടുത്താലോ? റെന്റക്കാറിന് ഇത്ര പൈസ കൊടുക്കണം, എങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് ഞങ്ങളുടെ സഭയിൽ നിന്ന് ഒരു അച്ചായൻ വിളിക്കുന്നത്. അച്ചായൻ എന്റെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിച്ച. ഇപ്പം എല്ലാരും വിളിക്കുമല്ലോ. അങ്ങനെ വിളിച്ചപ്പോഴാണ് പറഞ്ഞ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അച്ഛാ ഏതെങ്കിലും ഒരു റെന്റക്കാർ ഒപ്പിച്ച് തരാൻ പറ്റുമോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്തിനാ മോനെ റെന്റ കാർഡ് എടുക്കുന്നേ, അച്ഛാന്റെ ഇവിടെ കമ്പനിയൊക്കെ ഉണ്ട്, എന്തിനാ റെന്റ കാർ എടുക്കുന്നേ? എന്റെ ഒരു കാറുണ്ട്, എന്റെ ഡ്രൈവർ നാട്ടിൽ പോയേക്കുവാണ്, 15 ദിവസത്തേക്കാണെങ്കിൽ ഞാൻ തരാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ ആ അച്ചായൻ നമുക്ക് അവിടെ ഞങ്ങൾ ആ സമയത്ത് നമ്മൾ അവിടെ ചിന്തിച്ചു, ഭാരപ്പെട്ടു. ആ ഒരു നിമിഷം എനിക്ക് തോന്നുന്നു 5 മിനിറ്റ് പോലും ആയില്ല. ആ അച്ചായൻ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഭാരപ്പെടേണ്ട, എന്റെ ഇത് ഡ്രൈവർ നാട്ടിൽ പോയേക്കും. അവർ പിറ്റേ ദിവസം ഞങ്ങൾക്ക് വന്ന് അവര് കാറ് തന്നു. എന്നിട്ട് ഞാൻ ഡിസ്ചാർജ് ആയി പോയപ്പം പിന്നെ അവരുടെ കാറിലാണ് ഞങ്ങൾ പോയി വന്നുകൊണ്ടിരുന്നത്. 15 ദിവസത്തെ കാര്യം. പിന്നെ ആ ഡ്രൈവറിന് എന്തോ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായപ്പോ അത് പിന്നെ ഒരു 15 ദിവസം എക്സ്റ്റെൻഡ് ആയി. അങ്ങനെ 1 മാസത്തോട് ആ കാറ് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേന് അപ്പത്തേന് ഞങ്ങള് ലോണിന് വേണ്ടി പെട്ടെന്ന് അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾ ഒരു വാഹനം ദൈവം ഞങ്ങൾക്ക് നൽകി. ഇവിടെ വന്നു എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട്, എനിക്ക് പറയാൻ പറ്റത്തില്ല എത്ര ഭംഗിയായിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. കാശില്ലേ ഞങ്ങൾക്ക്, ഇതിനില്ലേ ദൈവം ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയ പോലെ ദൈവം ഞങ്ങളെ ഈ ദുബൈയിൽ ഞങ്ങളെ പോറ്റുന്നുണ്ട്. എല്ലാരും അത് അത് ഇതല്ല ഞങ്ങൾക്ക് ഇപ്പം എനിക്ക് 39 വയസ്സായി, എൻ്റെ ഹസ്ബൻഡിന് 43 ആയി. പക്ഷെ ഞങ്ങൾ നേടിയതൊന്നുമില്ല. ദൈവത്തിനോട് ഈ സാക്ഷ്യമാണ് ഞങ്ങളുടെ നേട്ടം. ആ വിടുതലാണ് ഞങ്ങളുടെ നേട്ടം. ഞങ്ങളൊന്നും നേടിയിട്ടില്ല, ദൈവം തന്നത് മാത്രമാണ്. ഞങ്ങൾക്ക് വീടില്ല. ഞാൻ പണ്ടും ഞങ്ങള് പ്രാർത്ഥന വിഷയങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴത്തേന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും എല്ലാ ലിസ്റ്റിലും നമ്മുടെ പേരുണ്ടല്ലോ. രോഗികൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ഞങ്ങളുടെ എന്റെ പേര് പറയണം. തലമുറ ഇല്ലെങ്കിൽ നമ്മുടെ പേര് പറയണം. ജോലി ഇല്ലെങ്കിൽ, ബീജാൻ ആ സമയത്ത് ജോലി ഇല്ലെങ്കിൽ നമ്മുടെ പേര് പറയണം. ഭവനം ഇല്ലെങ്കിൽ അതിന്റെ പേര് പറയണം. എല്ലാ ലിസ്റ്റിനകത്തും നമ്മുടെ പേരുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ ആ ലിസ്റ്റിനകത്ത് ഓരോ ആ ലിസ്റ്റിൽ നിന്ന് ദൈവം ഞങ്ങളുടെ പേര് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. വാഗ്ദാനങ്ങൾ ഒത്തിരി ഉണ്ട്. അതെല്ലാം നേടാനുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് നൽകട്ടെ എന്ന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്ര ഈ ദേശത്ത് നിന്നിട്ട് ഇത്ര മാനിച്ച ഞാൻ 6 വർഷമായി നാട്ടിൽ ഇപ്പം പോയിട്ട്. നാട്ടിൽ പോകാനുള്ള ഒരു ഇതില്ല. എന്താ പറയാൻ, ഒരു
കോവിഡൊക്കെ ആയിരുന്നു. അതുകൊണ്ടും പോവാൻ പറ്റിയില്ല. പിന്നെ ഇതൊക്കെ ഉണ്ട്. എന്നാലും ദൈവം ഇത്രത്തോളം ഞങ്ങളെ നടത്തി. ദൈവത്തിന് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഇത്രത്തോളം ഞങ്ങളുടെ അമ്മമാർ ഇവിടെ ഉണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ അമ്മ ഇവിടെ ഇപ്പം വിസിറ്റിലുണ്ട്. എന്റെ മമ്മി എന്റെ അനിയത്തിയുടെ കൂടെ അടുത്ത് തന്നെ ഉണ്ട്. ഇത്രത്തോളം ദൈവം എനിക്ക് നൽകിയ വിടുതലിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി അടുത്ത ഞാനൊരു സാക്ഷ്യമായിട്ട് നിങ്ങൾക്ക് വരുമ്പം ഇനി അടുത്ത ദൈവത്തിന്റെ വാഗ്ദാനം പ്രാപിച്ചിട്ട് നിങ്ങളുടെ മുമ്പേ സാക്ഷ്യമായി നിൽപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തലമുറകൾ എനിക്ക് ദൈവം ഞങ്ങൾക്ക് തലമുറകളെ നൽകുമെന്ന് ആ വാഗ്ദാനം മുറുകെ പിടിച്ച് ഞങ്ങൾ ഇപ്പം രണ്ടുപേരും പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ദൈവം നൽകിയ വിടുതൽ തന്നെ ആ വാഗ്ദാനം തലമുറയ്ക്ക് വേണ്ടിയാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആം, പ്രായമായി സാറയ്ക്ക് പ്രായമായിരുന്നു. ആ വിശ്വാസത്തോടെ ഞാനും പോകുന്നു. ഇത്രത്തോളം ദൈവത്തിന്റെ വിടുതൽ കണ്ടവളാണ് ഞാൻ, അനുഭവിച്ചവളാണ്. ദൈവത്തിന്റെ സ്നേഹം ഞാൻ ഒത്തിരി അനുഭവിച്ചവളാണ്. ദൈവം ഇത്രത്തോളം എനിക്ക് ധൈര്യം തന്നു. അനേകർ എന്നോട് പല പ്രാവശ്യം ചോദിക്കാറുണ്ട്, നീ ജോലി കഴിഞ്ഞിട്ട് ഡയാലിസിസ് കഴിഞ്ഞിട്ട് കോവിഡ് സമയമാകുമ്പോൾ ഞാൻ ബസ് കയറി, മെട്രോ കയറി. ആ മെട്രോയിലാണെങ്കിൽ ദൂരെ വരെ ലൈനായിരുന്നു. ആ ലൈനെല്ലാം നിന്നിട്ട് ഞാൻ ഡയാലിസിസ് കഴിഞ്ഞിട്ട് ലൈനെല്ലാം നിന്നിട്ട് മെട്രോ കയറിയൊക്കെയാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. ദൈവം അത്രത്തോളം എന്നെ ബലപ്പെടുത്തി. അവിടെ നിൽക്കാനോ കിടക്കാനോ ഒന്നും ദൈവം എന്നെ അനുവദിച്ചില്ല. ഇപ്പോഴും പല ആൾക്കാർ എന്നോട് ചോദിക്കും, എങ്ങനെയാണ് മോനെ കഴിഞ്ഞത്? 2 വർഷം എങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയാം, എനിക്കറിയത്തില്ല. ദൈവത്തിന്റെ കൃപ മാത്രം എനിക്കറിയാം. ദൈവം നൽകിയ കൃപയാണ്. ആ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിച്ചത് അതാണ്. ദൈവമേ, രോഗം എനിക്കുണ്ട്, അതെല്ലാം എനിക്കറിയാം. പക്ഷെ ദൈവത്തിന്റെ കൃപ എനിക്ക് വേണം. അത് സഹിക്കാനുള്ള കൃപ വേണം. എന്നെ കിടപ്പിലാക്കല്ലേ എന്ന് ആ പ്രാർത്ഥന മാത്രമേ ഉള്ളായിരുന്നു എനിക്ക്. എന്നാലും ദൈവം തക്ക സമയത്ത്, ദൈവത്തിന്റെ സമയത്ത്, ദൈവത്തിന്റെ സമയത്ത്, ദൈവത്തിന്റെ സ്ഥലത്ത് ദൈവം എനിക്ക് നൽകിയ വിടുതലിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ പോവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്പെഷ്യലി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരി നേടാനുണ്ട്. ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹസ്ബൻഡ് ഇപ്പം ജോലി ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യുന്നുണ്ട്. ബൈബിൾ സ്കൂളും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2ാമത്തെ വർഷമാണ്. ദൈവത്തിന്റെ വചനം പഠിച്ച് അനേകരെ നേടുവാനുള്ള കൃപ. എനിക്ക് അത്ര വലിയ അറിവും അതൊന്നും ഇല്ല. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ അറിയത്തുള്ളൂ. എനിക്ക് വചനത്തോടും അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് അറിയത്തില്ല. എന്നാലും എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. എന്റെ ഈ സാക്ഷ്യം എല്ലാവരുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഈ ചെറിയ സാക്ഷ്യം കൊണ്ട് ഇരിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുക. താങ്ക് യു. ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ഓക്കെ, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഗ്ലോറി ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ, ഗ്ലോറി കർത്താവേ, സ്തോത്രം കർത്താവേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു കർത്താവേ. ഒരു പ്രാവശ്യം കൂടെ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, ദൈവത്തിന്റെ അപ്പന്റെ സാക്ഷിയായി നിൽപ്പാൻ കർത്താവേ, അപ്പൻ എനിക്ക് നൽകിയ കർത്താവേ, ഈ പ്ലാറ്റ്ഫോമിനോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഇത്ര സമയം കർത്താവേ, ദൈവം എനിക്ക് സാക്ഷ്യം പറയാനുള്ള കൃപ ദൈവം നൽകിനായി സ്തോത്രം കർത്താവേ. ദൈവമേ, ഹല്ലേലൂയ, ഇത്രത്തോളം ദൈവം നടത്തിനായി സ്തോത്രം കർത്താവേ. എന്നെ കേൾക്കുന്ന എല്ലാവരും ദൈവകരങ്ങളിലോട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് പിതാവേ. അനുഗ്രഹിക്കണേ കർത്താവേ, ബലപ്പെടുത്തണേ കർത്താവേ. അവരുടെ പ്രാർത്ഥന എല്ലാവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറണേ കർത്താവേ. ഹല്ലേലൂയ, ഞങ്ങൾ അവരെ കാണുന്നില്ലെങ്കിലും കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു ക്രിസ്തു ഉണ്ടല്ലോ കർത്താവേ. ആ കണക്ഷൻ കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒപ്പം എപ്പോഴും ഉണ്ടായിരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഇവിടെ ആയാലും ഇന്ത്യയിലായാലും കർത്താവേ, ഹല്ലേലൂയ, US കർത്താവേ, എന്നെ കേൾക്കുന്ന എല്ലാവരെയും കർത്താവേ ദൈവകരങ്ങളിലോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. അവരെ ബലപ്പെടുത്തണേ, അവരുടെ ആരാധന, അവരുടെ എല്ലാ പ്രാർത്ഥനകളെ കർത്താവെ, അവരെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കണേ. എസ്പെഷ്യലി കർത്താവെ, ഈ പ്ലാറ്റ്ഫോമിലെ ദൈവം കോർഡിനേറ്റ് ചെയ്യുന്ന ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവം ബലപ്പെടുത്തണേ കർത്താവെ. ഇത്ര ഭംഗിയായ ദൈവമേ, ചെയ്യാനുള്ള കൃപ ദൈവം അവർക്ക് നൽകണേ കർത്താവെ. ഇത്രത്തോളം ദൈവം ഞങ്ങൾക്ക് നൽകിയ സമയക്കായി സ്തോത്രം ചെയ്യുന്നു പിതാവെ. ഹല്ലേലൂയ, യേശുവെ അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവത്തിന് വലിയൊരു കരുതിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായി സ്തോത്രം കർത്താവെ. ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും അപ്പച്ചന്റെ കരളിലോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകണേ പിതാവേ. ആമേൻ. ആമേൻ.